من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله وقال أيضا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير وقال نبينا محمد رسول الله صلى الله عليه وسلم من قال لا حول ولا قوة إلا بالله كان دواء من 99 داء أيسرها الهم الله زاد محمدا تكريما وهباه فضلا من لدنه عليما واختاره في المرسلين كريما ذا رأفة بالمؤمنين عليما صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم എല്ലാവരും ഒന്നിച്ചു ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. വേദിയിൽ ഉപവിഷ്ടരായ റഹ്മാനിയ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലിരിക്കുന്ന സമുന്നതരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ആരെയും പേരറിയാത്തോണ്ട് അങ്ങനെ പറഞ്ഞു, ഞാൻ ചോദിക്കാൻ മറന്നുപോയി.
ഈ പേര് പറയപ്പെടേണ്ട ആളുകളുടെ പേരൊക്കെ എടുത്തു പറയണമെന്നാണ്. അതുകൊണ്ടുള്ള ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 1,24,000 പ്രവാചകന്മാരിൽ ചില ആളുകളുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സമൊന്നുമല്ല, അതൊക്കെ ചില ഉൽപ്പതിഷ്ണുക്കളുടെ വാദങ്ങളാണ്. എല്ലാവരും സമാണ്, അങ്ങനൊന്നുമല്ല. സൂറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, സൂറത്ത് മുഹമ്മദ്, സൂറത്ത് യൂനുസ് അലൈഹിസ്സലാം, സൂറത്ത് യൂസുഫ് അലൈഹിസ്സലാം. അങ്ങനെയാണ്. ഇവിടെ എന്തിനാണ് ഒരു മഹാനെ സ്മരിക്കണമെന്ന് ചോദിച്ചാൽ അതും അതിനാണ്. എന്തുകൊണ്ട് ഈ സ്ഥാപനത്തെ സ്ഥാപിച്ചെടുത്ത മഹാനെ എന്തുകൊണ്ട് സ്മരിക്കുന്നുവെന്ന് ചോദിച്ചാൽ, തീരെ സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ, ഇന്നിപ്പോ ഒരാളോട് സംഭാവന ഒക്കെ ചോദിച്ചാൽ ഞങ്ങൾ കണ്ടില്ലേ, കമ്പ്യൂട്ടർ അങ്ങനെ തന്നെ കൊടുത്ത്. ഇന്നൊക്കെ 50,000 ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ ആളുണ്ട്. ഒന്നുമില്ലാത്ത കാലത്ത് നെല്ല് കൊയ്യുന്ന വയലിൽ പോയി നിന്ന് കറ്റയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന നെൽക്കതിർ അല്ലെങ്കിൽ നെല്ലിന്റെ കതിരെടുത്തോട്ടെ എന്ന് ആ വയലിന്റെ ഉടമസ്ഥനോട്, നെല്ലിന്റെ ഉടമസ്ഥനോട്, കൃഷിയുടെ ഉടമസ്ഥനോട് സമ്മതം ചോദിച്ച് ചാക്കെടുത്ത് നെൽക്കതിർ ചാക്കിലേക്ക് നെൽക്കതിരുകൾ വാരിയിട്ട് കൊണ്ടുവന്ന് 30ഓളം വിദ്യാർത്ഥികൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഇൽമ് പഠിപ്പിച്ച ഒരു മഹാനെ മറക്കാതെ ഖിയാമത്ത് നാൾ വരെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഖുർആൻ അങ്ങനെയാണ് സമൂഹത്തിൽ ഈമാനും ദീനും ഒക്കെ ഖുർആൻ നിലനിർത്തിയത്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ആണ്ട് ഉറൂസുകൾ വേണ്ട എന്ന് പറയുന്ന ആളുകൾ, അത് ചന്ദനക്കുടം ഉറൂസല്ല, ശരിയല്ലേ? തോന്നിവാസങ്ങൾ കാണിക്കുന്ന ഉറൂസുകളല്ല. കഴിഞ്ഞുപോയ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരെ അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കലാണ് ആണ്ട് ഉറൂസുകളുടെ ഒരു ലക്ഷ്യം. ഒരുപാട് ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമതാണ് ഖുർആൻ എടുത്തു പറയേണ്ടത്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു, അതേപോലെ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾക്കും ഇനി വരാനിരിക്കുന്നവർക്കും അല്ലാഹു ഈമാനിന്റെ വിഷയത്തിൽ മാതൃകയായി പറഞ്ഞുകൊടുത്തത് ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖുർആനല്ലേ പറഞ്ഞത്? മറിയം ബീവി പ്രവാചകയാണോ? അല്ല. സ്വാലിഹത്തായ ഒരു പെണ്ണായിരുന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബീവി ചെയ്ത ത്യാഗം എന്താണ് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മഹാനായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അവർകളെ നമ്മൾ എന്തുകൊണ്ട് സ്മരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവർ ചെയ്ത ത്യാഗത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. സിറിയയുടെ മണ്ണിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് ആശ്വാസമുണ്ട് ഖുർആനിൽ. രാജാതിരാജനായ അല്ലാഹുവിൽ കഠിനമായി വിശ്വസിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് എങ്കിൽ, നിങ്ങളുടെ തലമണ്ടയിലേക്ക് ബോംബെറിയപ്പെടുന്നത് എങ്കിൽ, പലായനം ചെയ്യുമ്പോൾ ബോട്ടുകൾ മുങ്ങിത്താഴ്ന്ന് മരിച്ചു പോകുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ, ഇതുതന്നെയാണ് എല്ലാ കാലഘട്ടത്തിലെയും പരീക്ഷണം മുഅ്മിൻ നേരിട്ടത് എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹു ഈമാനിന്റെ വിഷയത്തിൽ മാതൃകയായി ഉദാഹരിക്കുകയാണ്. ഇത് ഖാലത് മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ സന്ദർഭം, റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ഏറ്റവും സുഖസൗകര്യമുള്ള ഫിർഔന്റെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുകയാണ്. അല്ലാഹുവേ, നിനക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് എന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹുവിനോട് വിളിച്ചു പറഞ്ഞ മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആ മറിയം ബീവിയെ ചരിത്രം മറക്കരുത് എന്നത് അള്ളാന്റെ താല്പര്യമാണ്. അപ്പൊ ഇന്ന് മനസ്സിലാവും ത്യാഗം ചെയ്ത മനുഷ്യന്മാരെയൊക്കെ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്.
ഒരു ഉദാഹരണം പറഞ്ഞാൽ ബുദ്ധിയുള്ളവന് തിരിയില്ലേ, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ അല്ലേ. വക്കീസ് എന്ന് പഠിക്കല്ലേ നമ്മൾ, വക്കീസ്. നീ ഇതുപോലെ നീ ഖിയാസാക്കിക്കോ എന്ന് പറയാറുണ്ടല്ലോ. ഒരു ചരിത്രം പറഞ്ഞു തന്നാൽ മതി, അല്ലാഹു അത് ബാക്കിയുള്ളത് നമ്മൾ മനസ്സിലാക്കി ഗ്രഹിച്ചെടുക്കാനാണ്. ഖുർആൻ പറയുന്നില്ലേ, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ചില ആളുകൾ പറഞ്ഞത് സൂര്യനെ നോക്കി ചിന്തിക്കണം എന്ന് മാത്രമല്ല, എല്ലാം ചിന്തിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല السماء കൈഫ റുഫിഅത് വഇല الجبال കൈഫ നുസിബത് വഇല الأرض കൈഫ സുതിഹത്. ആകാശങ്ങളെ മാത്രമല്ല, പർവ്വതങ്ങൾ മാത്രമല്ല, ഭൂമിയെ മാത്രം നോക്കിയിട്ട് ചിന്തിച്ചാൽ പോരാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അള്ളാഹു നൽകുന്ന വെളിച്ചങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയും മനസ്സെത്തിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനെ ഒരു മഹാൻ ആരാണ്? കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്ന് ചോദിച്ചപ്പോൾ, ആരാണ് ഈ മഹാനെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ആദ്യം ആ മഹാനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, അപ്പൊ മഹാന്റെ ജീവിതത്തിൽ നിർഗളിച്ചു നിൽക്കുന്നതാണ്. സ്വന്തം ഭാര്യയുടെ സ്വർണ്ണാഭരണം പോലും കൊണ്ടുപോയി സ്ഥാപനത്തിന്റെ നന്മക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുത്ത മഹാനാണ്. ഭാര്യ ചോദിച്ചു, പത്രേ നിങ്ങൾ ഈ കൊണ്ടുപോവുകയാണോ? അല്ലാഹു തരും പെണ്ണേ, നിനക്കൊന്ന് തിരിച്ചൊരു ഭർത്താവിന് തന്റെ ഭാര്യയോട് പറയാൻ. എന്തിനാണ് കാലത്തിനനുസൃതമായി അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുന്ന ആലിമീങ്ങളെ വാർത്തെടുക്കണം എന്നതായിരുന്നവരുടെ താല്പര്യം. അതിനാ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരെ കഷ്ടപ്പെട്ട്. നമ്മൾ എന്തിനാ കഷ്ടപ്പെടണമെന്ന് വെച്ചാൽ, നല്ല പ്രൊണൗൺസിയേഷൻ ആയിരിക്കണം എന്റെ പൊന്നുമോന്റെ ഇംഗ്ലീഷ് സംസാരത്തിന്. അവന് ഭൂമിയിൽ നല്ല ശമ്പളമുള്ള ജോലി കിട്ടണം എന്ന് കരുതിയിട്ടാണ് ഏറ്റവും ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത കലാലയങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ ചേർക്കുന്നത്. ഇതിനേറെ പല മദ്രസകൾ പോലും പൊളിഞ്ഞുപോയില്ലേ. രാവിലെ 7 മണിക്ക് മദ്രസയിലെത്തിയ കുട്ടി 7:45 തിരിച്ചു പോരുന്നു. ഉമ്മ, എന്തു പഠിക്കാനാണ് ആ കുഞ്ഞുമോനെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. രാവിലെ 7:00 പോകുന്ന കുട്ടി 8:15 സ്കൂൾ ബസ് വരുമെന്ന് പറഞ്ഞവൻ എഴുന്നേറ്റ് പോരുന്നു. പെങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുമോൻ എന്താണ് 3/4 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടെയാണ് അള്ളാഹുവിന്റെ ദീൻ അസ്തമിച്ചു പോകരുത് എന്ന് കരുതിയിട്ട് ആരാരും സാമ്പത്തികമായി വലിയ രീതിയിൽ സഹായിക്കാൻ ആളുകൾക്ക് സാമ്പത്തികമില്ലാത്ത കാലഘട്ടത്തിൽ ഇറങ്ങിത്തിരിച്ച ഈ മഹാന്റെ സേവനം പ്രസക്തമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനോടൊപ്പം ജന്നാത്തുൻ നഈമിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മാതൃക എവിടെയാണോ വരുമാനമുള്ളത് അവിടെ അടിയാം. ഒരു സ്ഥാപനത്തിന് എപ്പോഴാണോ വരുമാനം വരാൻ തുടങ്ങുന്നത് അവിടെ പ്രശ്നങ്ങളുണ്ടാകും, വളർച്ച നിലച്ചു പോകും. അങ്ങനെ തന്നെ പോയാൽ മതി എന്റെ അഭിപ്രായം. നമ്മുടെ കുട്ടികൾ പറഞ്ഞു, ഉസ്താദ് മഹാനായ കുഞ്ഞു മുഹമ്മദ് ഉസ്താദ് അവர்கள் അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആത്മീയമായ ഉത്കർഷമുണ്ടായിരുന്ന മേഖലയുണ്ടായിരുന്ന മഹാനവറുകൾക്ക് ഇടയ്ക്കിടെ പോകുന്നത്രേ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകളുടെ ചാരത്ത് പോയി സിയാറത്ത് ചെയ്യാറുണ്ട്. അവിടെ ദിവസങ്ങളോളം കഴിഞ്ഞുകൂടാറുണ്ട് മഹാൻ. അപ്പോഴാണ് മഹാനവിടെ വെച്ച് സ്വപ്നം കാണുന്നത്. മഹാനായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അവറുകളോട് സുൽത്താനുൽ ആരിഫീൻ സ്വപ്നത്തിലൂടെ പറയുകയാണ്, ഭയപ്പെടേണ്ടതില്ല, നിങ്ങളൊറ്റക്കല്ല, ഞങ്ങളെല്ലാം അങ്ങയുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിലെ 100 മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് സുൽത്താനുൽ ആരിഫീൻ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകളാണ്. ഇപ്പോഴും സ്ഥാപനത്തിന്റെ ബന്ധപ്പെട്ടവർ പറയുന്നല്ലോ, ആ 100 കുട്ടികളെ ചെലവിന് ഒരു മുടക്കം വരാറില്ല. 100 കുട്ടികളെ ഭക്ഷണമൊക്കെ എപ്പോഴും സ്റ്റോക്കാണ്.
101ാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ ബേജാറാണെങ്കിലും 100 കുട്ടികളുടെ കാര്യത്തിൽ ബേജാറില്ല. എന്റെ അർത്ഥം എന്താ? എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ തിരുനോട്ടം. അപ്പൊ ആരിതിൽ കൊടുത്താലും അതൊക്കെ ഖൈറക്കാണെന്ന് അർത്ഥം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നേക്കാൾ ഏറെ ആ മഹാനെ പരിചയപ്പെടുകയും അറിയുകയും ചെയ്ത ആളുകളാകും നിങ്ങൾ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഈ സദസ്സിനെ ദുആ സദസ്സാക്കി തരണേ അല്ലാഹ്. ഞാൻ ചരിത്രത്തിൽ കഴിഞ്ഞുപോയൊരു മഹദിയെ കുറിച്ചാണ് ഒരൽപ്പനേരം നിങ്ങളോട് പറയുന്നത്. സമയം കുറച്ച് താമസിച്ചു പോയിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ജോലി ചെയ്യുന്ന മട്ടന്നൂർ മേഖല സംയുക്ത മഹല്ല് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഒരു ശരീഅത്ത് സംരക്ഷണ റാലി ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ ഇട്ട് പോരാന്ന് പറഞ്ഞ സുഖമില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അതിൽ പങ്കെടുത്ത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് എത്താൻ താമസിച്ചു പോയതാണ്. നിങ്ങൾ 7 മണിക്കേ വന്ന് ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു, ക്ഷമിക്കണം. ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാവും ഉണ്ടെങ്കിൽ പറയണം, അങ്ങനെയാണ് 1 മണിക്കൂറാക്കും. നിങ്ങൾ ആന്ന് പറഞ്ഞാൽ എനിക്ക് സുഖം, എനിക്ക് വേഗം നിർത്താം, മനസ്സിലായില്ലേ? ഒരു 1.5 മണിക്കൂർ ഇൻഷാ അല്ലാഹ്. അപ്പൊ 10:30 ഒരു 11:45, 1 മണിക്കൂർ ഞാൻ പറഞ്ഞല്ലോ, 11:45 നമുക്ക് പിരിയണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 12 മണിയുടെ മുമ്പായി. പഴയ കാലത്തൊക്കെ 12 മണിക്ക് ശേഷം പിരിയാം. എന്താ കാരണം വെച്ചാൽ അർദ്ധരാത്രിക്ക് ശേഷമുള്ള ദുആക്ക് ഉത്തരം ഉണ്ടാവും. ജൗഫുൽ ലൈൽ, അർദ്ധരാത്രിക്ക് ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട്. പണ്ടൊക്കെ സുബഹിയോടനുബന്ധിച്ച വായന നിർത്തുക, അതിന്റെ ലക്ഷ്യം ഒന്ന് അതുകൂടെയായിരുന്നു. ഇന്ന് പിന്നെ ഞമ്മക്കൊന്നും പറയുന്നവർക്ക് അത്രയും നേരമില്ല, കേൾക്കുന്നവർക്ക് പിന്നെയും നേരമുണ്ട്, പറയുന്നവർക്ക് അത്രയും നേരമില്ല. എന്തൊരു കാലമാണ്. സമയം മതിയാവണേയില്ല, സമയം മതിയാകുന്നേ ഇല്ല. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മഹദിമാരിൽ ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. എന്തിനാ അത് പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ ചില കാര്യങ്ങളുണ്ട്. ഹബീബായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അധിക്ഷേപങ്ങൾ ഉയർത്തുകയും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് അപ്രായോഗികമാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുകയും അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങളിൽ കാലോചിതമായ മാറ്റമുണ്ടാകണം എന്ന് പറയുകയും ഏകീകൃത സിവിൽ കോഡ് നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാലമാണിത്. ഇവിടെയാ നമ്മൾ മനസ്സിലാക്കുന്നത്, മുസ്ലിം എന്ന് പറഞ്ഞാൽ 4 കെട്ടി ഇഷ്ടം പോലെ കെട്ടി നടക്കുന്നവരാണ് എന്ന ധാരണയുണ്ട് ചില ആളുകൾക്ക്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന് ഏറെ സന്തോഷം പകർന്നു കൊടുത്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം ലഭിക്കാൻ ഇടയാകും. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 44ാമത്തെ വയസ്സിലാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ നുബുവത്ത് ലഭിക്കുന്നത്. 40ാമത്തെ വയസ്സിലാണ്. ആദ്യത്തെ 3 കൊല്ലം അള്ളാഹുവിന്റെ ഹബീബ് രഹസ്യമായ പ്രബോധനമാണ് നടത്തിയത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ് പരസ്യമായ പ്രബോധനം നടത്താൻ. ഹബീബായ നബിയെ രഹസ്യ പ്രബോധനം നടത്തിയാൽ പോരാ, ദീന് പരസ്യമായി വിളിച്ചു പറയണം. യാ റസൂലല്ലാഹ്, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോഴാണ് പരസ്യ പ്രബോധനം ആരംഭിക്കുന്നത്? ആദ്യത്തെ 3 കൊല്ലം രഹസ്യ പ്രബോധനമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പരസ്യ പ്രബോധനത്തിലേക്ക് കടന്ന കൊല്ലത്തിലാണ്, 44ാമത്തെ വയസ്സിലാണ് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു റുമാന്റെയും മകളായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അകത്ത് ജനിച്ചു വീഴുന്നത്. ഉമ്മു റുമാന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും മകളായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചു വീഴുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മു റുമാന്റെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചു വളരുന്നു.
ആയിഷ ബീവി ചെറുപ്പത്തിലേ കാണുന്നതാരെയാണ്? ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചെറുപ്പത്തിലെ റസൂലുള്ളാഹിനെ കണ്ട ശീലമാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ളത്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് പല വിഷയങ്ങളിലും കൂടിയാലോചന നടത്താൻ തന്റെ പ്രിയപ്പെട്ട പിതാവ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്കാണ് വരാറുള്ളത്. അവ കുട്ടിക്കാലത്തെ റസൂലുള്ളാഹിനെ കണ്ട ശീലമുണ്ടായിരുന്നു. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ, അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഉമ്മമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കൊച്ചുപ്രായത്തിലെ കുഞ്ഞുമക്കൾ ആരെയാണോ കാണുന്നത്, ആ കാണുന്നവർ കുട്ടികളിൽ വല്ലാതെ സ്വാധീനം ചെലുത്തും. ചെറുപ്പത്തിലെ നമ്മൾ ആരെയാണോ കാണിച്ചു കൊടുക്കുന്നത്, അത് കുഞ്ഞുമക്കളിൽ സ്വാധീനം ചെലുത്തും. മീര ജാസ്മിനെയാണ് ഉമ്മ നിങ്ങൾ ചെറുപ്പത്തിലെ പരിചയപ്പെടുത്തിയെങ്കിൽ മീര ജാസ്മിന്റെ കോപ്രാട്ടിത്തനങ്ങളായിരിക്കും ഭാവിയിൽ ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക. പെങ്ങളെ നിങ്ങൾ കാണിച്ചു കൊടുത്തത് മോഹൻലാൽ സാറയാണെങ്കിൽ കുഞ്ഞുമോന്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ ആ കാണുന്ന രൂപത്തോടല്ലെങ്കിൽ അവർ കാണിക്കുന്ന ആക്ഷനോടായിരിക്കും താല്പര്യമെന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നുണ്ട്. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചുപ്രായത്തിലെ കാണാൻ തുടങ്ങിയതാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ ആയിഷ ബീവി കൂട്ടുകാരികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു 3-4 വയസ്സാകുമ്പോഴാണ് സംഭവം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഒരിക്കൽ റസൂലുള്ള വീട്ടിലേക്ക് വരുമ്പോഴാണ് 3 വയസ്സ് പ്രായമായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊച്ചുമോള തന്റെ കൂട്ടുകാരികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് കയറി വരുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപാടെ കൊച്ചുകുട്ടിയായ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിന്റെ അകത്തേക്ക് ഓടി ഒളിക്കുകയാണ്. 3 വയസ്സ് കേവലം കുഞ്ഞു പ്രായത്തിലുള്ള ആയിഷ ബീവിക്ക് പുണ്യനബിയെ കാണുമ്പോൾ വീട്ടിന്റെ അകത്തേക്ക് ഓടണമെന്ന പാഠം കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? ആരാ പഠിപ്പിച്ചു കൊടുത്തത്? അല്ലാഹുവിന്റെ ഹബീബിനെ കാണുമ്പോൾ വീട്ടിന്റെ അകത്തളയത്തിലേക്ക് ഒളിഞ്ഞിരിക്കുന്ന ഉമ്മയുണ്ടല്ലോ, ഉമ്മു റുമാൻ ചെയ്യുന്നത് കണ്ടാണ് പൊന്നുമോൾ ആയിഷ റളിയല്ലാഹു അൻഹ അത് പഠിച്ചത്. ഉമ്മമാരെ പഠിക്കണം. നമ്മൾ എന്താ കുഞ്ഞുമക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്, അതായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുപ്പത്തിലേ കാണാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ പല സ്വഭാവ ഗുണങ്ങളും ആയിഷ ബീവിയിൽ ഒത്തിണങ്ങിയിട്ടുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു റുമാന്റെയും നല്ല സ്വഭാവങ്ങളെല്ലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. ആയിഷ ബീവി വളർന്നു വരികയാണ്. അപ്പോഴാണ് മക്കയിൽ മഹാന്മാരായ സ്വഹാബികളെ മുഴുവൻ ദുഃഖത്തിലാക്കിയ സംഭവം ഉണ്ടാകുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 57ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് 3 വയസ്സ് പൂർത്തിയായി കഴിയുമ്പോഴാണ് മക്കയിൽ ഈ വേദനാജനകമായ സംഭവം ഉണ്ടാകുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിനെ മക്കക്കാർ ഷൈബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ തടഞ്ഞു വെക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ കുടുംബക്കാരോട് സഹായം ചോദിക്കാൻ പോയതിന്റെ പേരിൽ റസൂലുള്ളാഹിനെ മക്കക്കാർ ഷൈബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ തടഞ്ഞു വെച്ചു. അല്ലാഹുവിന്റെ ഹബീബിനെ മക്കയിലേക്ക് കടക്കാൻ അവർ അനുവദിച്ചില്ല. ഈ പ്രയാസകരമായ സംഭവമുണ്ടാകുന്നത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 57ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ 47ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം 3 കഴിഞ്ഞതേയുള്ളൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ ശത്രുക്കൾ തടഞ്ഞു വെച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ
റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ഖദീജ, ഖദീജ, ശത്രുക്കൾ എന്നെ ഈ മലഞ്ചെരുവിൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്, മക്കയിലേക്ക് കടക്കാനും കഴിയില്ല ഖദീജ. അതുകൊണ്ട് തന്നെ ഖദീജ, ഇവിടെ വെള്ളം ലഭിക്കില്ല ഖദീജ, ഭക്ഷണം ലഭിക്കില്ല ഖദീജ. ഖദീജ, ജനിച്ചിട്ട് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ ഖദീജ അങ്ങേ. അതുകൊണ്ട് പൊന്നു മക്കളെ കൂട്ടിയിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഖദീജ എന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുമ്പോഴാണ് പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, അങ്ങെന്താണ് നബിയെ എന്നോട് പറയുന്നത്? അങ്ങ് ഈ ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ ഒരു തുള്ളി വെള്ളം തൊണ്ട നനക്കാൻ ലഭിക്കാതെ ദാഹിച്ച് പ്രയാസപ്പെടുമ്പോൾ ഖദീജ തന്റെ മക്കളോടൊപ്പം വയറു നിറയെ വെള്ളം കുടിക്കണമെന്നോ? യാ റസൂലല്ലാഹ്, അങ്ങ് ഈ ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ ഒരു പിടി ഭക്ഷണം ലഭിക്കാതെ പ്രയാസപ്പെടുമ്പോൾ ഞാൻ എന്റെ മക്കളോടൊപ്പം വയറു നിറച്ചു തിന്നുകയെന്നോ നബിയേ? യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വെള്ളമില്ലേ? ഖദീജക്ക് വെള്ളം വേണ്ട യാ റസൂലല്ലാഹ്. അങ്ങേക്ക് ഭക്ഷണമില്ലേ? ഖദീജക്ക് ഭക്ഷണം വേണ്ട നബി യാ റസൂലല്ലാഹ്. അങ്ങേ ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പട്ടിണി കിടന്ന് പിടഞ്ഞ് മരിക്കുകയാണെങ്കിൽ ഹബീബായ നബിയേ, അങ്ങയുടെ കൂടെ പിടഞ്ഞു മരിക്കാനാണ് ഖദീജക്ക് വിട്ടുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അപ്പോഴൊക്കെ തന്റെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന് ഈ വേദനാജനകമായ സംഭവം പിടികൂടുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊച്ചുകുട്ടിയാണ്. വീട്ടിനകത്ത് ഉമ്മയും ഉപ്പയും ഈ കാര്യം സംസാരിക്കുന്നതെല്ലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുന്നുണ്ട്. ആയിഷ ബീവി മനസ്സിലാക്കുന്നുണ്ട്. 3 കൊല്ലമാണ് ശത്രുക്കൾ അല്ലാഹുവിന്റെ ഹബീബിനെ തടഞ്ഞു വച്ചത് ശൈബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ. 3 കൊല്ലമായിരുന്നു. 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉപരോധം പിൻവലിക്കുന്നത്. പരിശുദ്ധമായ മക്കയിൽ പോയാൽ ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ നിന്ന് കൂടെയുള്ള ആർക്കെല്ലാം ഈ ചരിത്രം പറഞ്ഞു കൊടുക്കാറുണ്ടോ? കരഞ്ഞല്ലാതെ ശൈബ് അബീ ത്വാലിബിൽ നിന്ന് തിരിച്ചു പോരാനും കഴിയില്ല. കണ്ണുനീർ പൊഴുക്കാതെ ശൈബ് അബീ ത്വാലിബിൽ നിന്ന് തിരിച്ചു പോരാനും കഴിയില്ല. എന്റെ പ്രിയമുള്ള സഹോദര, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെയുള്ളവരും സഹിച്ച കട്ടപ്പാടിന്റെയും പ്രയാസത്തിന്റെയും രംഗം ഒരു സ്വഹാബി പറയുന്നുണ്ട്. ഒരു സ്വഹാബി പറയാം, ഞാൻ അല്ലാഹുവിന്റെ കൂടെ റസൂലിന്റെ കൂടെ ശൈബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഒരു ദിവസം എനിക്ക് വിശന്നു. ഈ സ്വഹാബി പറയുന്നു, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എഴുന്നേറ്റു. അർദ്ധരാത്രിയാണ് ഈ സ്വഹാൻ. ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് എന്റെ കാലിൽ പശിമയുള്ള എന്തോ ഒന്ന് തടഞ്ഞു. ഈ സ്വഹാബി പറയാണ്, ഞാൻ അത് എടുത്തു ഭക്ഷിച്ചു. ഇന്ന് വരെ എനിക്കറിയില്ല ഞാൻ എന്താണ് കഴിച്ചത് എന്ന് എനിക്കറിയില്ല. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചൊല്ലൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമുക്ക് പരാതി എന്താ? മുസ്ലിമിന്റെ അക്കൗണ്ട് പരിശോധിക്കുന്നു എന്നുള്ള പരാതിയല്ലേ ഉള്ളൂ, അല്ലേ? മുസ്ലിം ബിസിനസ്സുകാരുടെ അക്കൗണ്ട് പരിശോധനയ്ക്ക് വിധേയമാകുന്നു. മുസ്ലിങ്ങളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്നു. ഇതൊക്കെയല്ലേ നമുക്ക് പരാതി? നമ്മുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെ ശത്രുക്കൾ നടത്തിയ ഉപരോധമായിരുന്നുവത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലപോലെ സ്വലാത്ത് ചൊല്ലണേ. അവസാനം അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് കൈയുയർത്തി ദുആ ചെയ്ത് വേണം നമുക്ക് പിരിഞ്ഞു പോകാൻ. അർഹമുർറാഹിമീനായ അല്ലാഹ്, ഈ സദസ്സിനെ ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരണേ അല്ലാഹ്. 3 കൊല്ലം കഴിഞ്ഞിട്ട് മക്കക്കാർ ഉപരോധം പിൻവലിച്ചു. ഉപരോധം പിൻവലിച്ചിട്ട് മക്കയിലേക്ക് അവർ തിരിച്ചു കടക്കുമ്പോൾ സയ്യിദത്തുനാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഖദീജ ബീവിക്ക് പട്ടിണി കിടന്ന് ശീലമില്ല, പട്ടിണി കിടന്ന് പരിചയമില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 3 കൊല്ലം പട്ടിണി കിടന്നപ്പോൾ ഖദീജ ബീവി അവശയായി പോയിട്ടുണ്ടായിരുന്നു.
ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി കിടപ്പിലായി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് തലയുടെ ഭാഗത്ത് പോയിരിക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ചില പ്രകടന അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് പ്രകടമായി കാണാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങളാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ തലയുടെ ഭാഗത്ത് പോയിരിക്കും. ഖദീജ ബീവിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയും, ഖദീജ അങ്ങ് ഭയപ്പെടേണ്ട ഖദീജ, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ് ഖദീജ. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് തന്നെ കരയും, ഖദീജ ബീവിയും കരയും റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി ഇത് കേൾക്കുമ്പോൾ കരയുന്നുണ്ട്, പുണ്യനബി തങ്ങളും കരയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ റസൂലുള്ളാഹിന്റെ പ്രായം 50 ആണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം 65 ആണ്. 65 വയസ്സുള്ള ഖദീജ ബീവിയുടെ തലയുടെ ഭാഗത്ത് പോയിരിക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, രണ്ടുപേരും കരയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുനീര് തുടക്കുന്നുണ്ട്, ഖദീജ ബീവിയും കണ്ണുനീര് തുടക്കുന്നുണ്ട്. ഖദീജ ബീവി പറയുന്നു റസൂലുള്ളാഹിനോട്, യാ റസൂലല്ലാഹ്, ഞാൻ മരിക്കുന്നതല്ല നബിയേ എനിക്ക് ഭയം, മരിക്കുന്നതിൽ ഭയമില്ല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ ഈ പ്രബോധനത്തിന്റെ ഭീതിയിൽ ശത്രുക്കൾ അങ്ങയെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം, എന്റെ പൊന്നു 4 പെൺമക്കളെയും ഞാൻ അങ്ങയുടെ മുമ്പിൽ വിട്ടേച്ചു പോയാൽ ഈ ഭാരം മുഴുവൻ അങ്ങേക്ക് താങ്ങാൻ കഴിയുമോ യാ റസൂലല്ലാഹ്? മരിക്കാൻ കിടക്കുമ്പോഴും സ്നേഹനിധിയായൊരു ഭാര്യയുടെ ചിന്ത, ഞാൻ മരിച്ചാൽ റബ്ബേ എന്റെ ഭർത്താവിന്റെ അവസ്ഥ എന്താകുമെന്നാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നു, അല്ലാഹുവിന്റെ ഹബീബും കരയുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുമ്പോഴും ഖദീജ ബീവിയെ സമാശ്വസിപ്പിക്കുന്നുണ്ട്. അവസാനം അതാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുകയായി. അല്ലാഹുവിന്റെ ഹബീബേറെ പ്രയാസപ്പെട്ടു പോയി. ഒരു കവളിലൂടെയും കണ്ണുനീരിങ്ങനെ ധാരയായി ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പായി അല്ലാഹുവിന്റെ ഹബീബിനോട് ചില വസിയ്യത്ത് ചെയ്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഈ രോഗത്തിൽ ഞാൻ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഈ രോഗത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഞാൻ ഈ രോഗത്തിൽ മരിച്ചാൽ അങ്ങാകണം എന്നെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് നബിയേ, അങ്ങയുടെ കൈകൊണ്ടാകണം എന്നെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് യാ റസൂലല്ലാഹ്, അങ്ങനെ കഫം ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, എന്നെ പള്ളിക്കാട്ടിലേക്ക് ശ്മശാനത്തിലേക്ക് കൊണ്ടുവരുന്ന മയ്യിത്ത് കട്ടിലിലേക്ക് അങ്ങനെ കയറ്റി വെക്കണം യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, എന്നെ മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ കഫം ചെയ്യേണ്ടത് വീടിന്റെ മേൽക്കൂരയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കഫം തുടയിലാണ് നബിയെ എന്നെ അങ്ങ് മയ്യിത്ത് എന്നെ അങ്ങ് കഫം ചെയ്യേണ്ടത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അങ്ങനെ കഫം ചെയ്താൽ മയ്യിത്ത് കട്ടിലേക്ക് എന്നെ കയറ്റിവെക്കുമല്ലോ, അങ്ങയുടെ കൈ കൊണ്ടാകണം കയറ്റിവെക്കേണ്ടത് ഹബീബായ നബിയേ. യാ റസൂലല്ലാഹ്, എന്നെ ശ്മശാനത്തിലേക്ക് ചുമന്നു കൊണ്ടുപോകുമ്പോ എന്റെ മയ്യിത്ത് കട്ടിലിന്റെ ചാരത്തായി അങ്ങ് നടക്കണം നബിയേ. എന്റെ മയ്യിത്ത് കട്ടിൽ അങ്ങയുടെ കൈ കൊണ്ടൊന്ന് സ്പർശിച്ചാൽ ഞാനേറെ സന്തോഷവതിയാകും യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, അങ്ങനെ എന്റെ മയ്യിത്ത് കട്ടിലുമായി ഖബറിന്റെ അടുത്തെത്തിയാൽ എന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുമല്ല നബിയേ. പിന്നെ ഖിയാമത്ത് നാൾ വരെ ഞാൻ കിടക്കേണ്ടത് ഖബറിലാണല്ലോ. ആ ഖബറിലേക്ക് എന്നെ താഴ്ത്തി വെക്കുന്നതിന് മുമ്പായി അങ്ങന്റെ ഖബറിലൊന്നിറങ്ങണം യാ റസൂലല്ലാഹ്. അങ്ങന്റെ ഖബറിൽ ഇറങ്ങിയിട്ട് അങ്ങയുടെ പാദസ്പർശനമുണ്ടായ മണ്ണിലാണ് ഖിയാമത്ത് നാളിന്റെ 2ാമത്തെ ഊത്തുവരെ ഖദീജ കിടക്കാൻ ആഗ്രഹിക്കുന്നത്.
അങ്ങയുടെ പാദസ്പർശനമുണ്ടായ മണ്ണിലാണ്. അള്ളാഹുവിന്റെ ഹബീബിനോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കവിളത്തുകൂടെ കണ്ണുനീര് ചാലിത്തൊടുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കിയ മരണമാണ്, വഫാത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. ആ വർഷം തന്നെ അറിയപ്പെടുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ ദുഃഖവർഷമെന്നാണ് അറിയപ്പെടുന്നത്. കാരണം അബൂ താലിബ് മരിച്ചതും ആ കൊല്ലമാണ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതും ആ കൊല്ലമാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ വസിയത്ത് പോലെ തന്നെ ഖദീജ ബീവിയെ കുളിപ്പിക്കുകയാണ്. കുളിപ്പിച്ചു കഴിഞ്ഞ് കഫം ചെയ്യാനായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുത്ത കഫം പടെ എടുത്തതാ നിവർത്തുകയാണ്. നിവർത്തിയപ്പോഴല്ലേ ലോകത്തിന്റെ ഒരു തേങ്ങി കരഞ്ഞത്. ആ കഫംപുട നിവർത്തി നോക്കുമ്പോൾ കാണുന്നത് മക്കയിലെ ധനാഢ്യനായിരുന്ന ഖുബൈലിദിന്റെ മകളായ കച്ചവടക്കാരിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, മക്കയിലെ സമ്പന്നയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഫംപുട ഒരുപാട് തുണിക്കഷ്ടങ്ങൾ വെച്ച് തുന്നിപ്പിടിപ്പിച്ച കഫംപുടയായിരുന്നു. ഖദീജ ബീവി ലോകത്തുമെന്ന് വിട പറയുമ്പോൾ 100 പവൻ സ്വർണ്ണാഭരണം ബാങ്കിന്റെ ലോക്കറിലില്ല. പെങ്ങളെ കേൾക്കണേ, വാപ്പ എഴുതിക്കൊടുത്ത ഏക്കറക്കണക്കിന് സ്വത്തില്ല, വാപ്പയുടെ പേരിലുള്ള ബിൽഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഫഖീറത്ത, ഭൂമിയിൽ എന്ന് വിട പറയുമ്പോൾ ഫഖീറത്തായിട്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത ദുഃഖമുണ്ടാക്കി ഖദീജ ബീവിയുടെ വിയോഗം. പിന്നെ അള്ളാഹുവിന്റെ ഹബീബ് എപ്പോഴും ടെൻഷനായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് ഖദീജ ബീവിയുടെ വേർപാടിന്റെ ദുഃഖം കാണാമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ ഇത് വല്ലാത്ത പ്രയാസമുണ്ടാക്കി. ഒരിക്കൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കയറി ചെല്ലുമ്പോൾ റസൂലുള്ളാഹി വീട്ടിന്റെ അകത്ത് ഇരിപ്പാൻ. അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉസ്മാന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചുപോയി. വിശേഷങ്ങളെല്ലാം അന്വേഷിച്ച ഉസ്മാൻ ഇബ്നു മദ്ഊൻ അത് കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഉസ്മാൻ തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉസ്മാന് വേണ്ടി ഭക്ഷണമൊക്കെല്ലാം പാകം ചെയ്ത് കാത്തിരിപ്പാൻ. രണ്ടുപേരും ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നുറങ്ങാനായി അറയിലേക്ക് കയറിയതാണ്. അറയിലേക്ക് കയറിയ ഉസ്മാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ പോയി വന്ന വിവരം പറയുകയാണ്. റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയി വന്ന വിവരം പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഞാൻ റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയി. അള്ളാഹിന്റെ ഹബീബ് വീട്ടിനകത്ത് ഒറ്റക്കാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബും 2 കുഞ്ഞുങ്ങളും ഒറ്റക്കാണല്ലോ. ഒന്നാരാണ്? ഒന്ന് ഫാത്തിമയാണ് റളിയല്ലാഹു അൻഹ, വിവാഹം കഴിഞ്ഞിട്ടില്ല. പിന്നെ ആരാ? ഉമ്മു കുൽഥൂമാണ്. അബൂ ലഹബിന്റെ ഒരു മകൻ നിക്കാഹ് ചെയ്ത് വീട്ടിൽ കൂടുന്നതിന് മുമ്പേ ത്വലാഖ് ചൊല്ലിക്കളഞ്ഞതാണ്. ഉമ്മു കുൽഥൂമും ഫാത്തിമ ബീവിയും വീട്ടിലുണ്ട്. അള്ളാഹുവിന്റെ ഹബീബും വീട്ടിലുണ്ട്. ഉസ്മാൻ തന്റെ ഭാര്യയോട് പറയാം, അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത ടെൻഷനായി. നമ്മൾ എങ്ങനെയാണ് ഇതുപോലെ ഒന്നിച്ച് റൂമിൽ കിടക്കുക? അള്ളാഹിന്റെ ഹബീബിന്റെ അവസ്ഥ കാണുമ്പോൾ ഉസ്മാൻ വല്ലാത്ത അസ്വസ്ഥതയാണ്. അതുകൊണ്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നീയും റസൂലുള്ളാഹിയും തമ്മിൽ കുടുംബബന്ധമുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിനോട് കല്യാണം കഴിപ്പിക്കണം. ഹബീബായ റസൂലുള്ളാഹിനോട് കല്യാണം കഴിപ്പിക്കണം. ആര് റസൂലുള്ളാഹിനോട് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞാലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ആര് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞാലും അള്ളാഹുവിന്റെ ഹബീബ് കരയുമായിരുന്നു. കാരണം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഓർക്കുമ്പോൾ എനിക്ക് മറ്റൊരു വിവാഹം ചെയ്യാൻ തോന്നുന്നില്ല എന്നായിരുന്നു മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നത്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ ഉസ്മാന്റെ വീട്ടിന്റെ അകത്താണ്, അറയിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഉസ്മാൻ പറഞ്ഞു ഭാര്യയോട്, നീ നാളെ രാവിലെ പോകണം റസൂലുള്ളാഹിന്റെ അടുത്ത്, അള്ളാഹിന്റെ ഹബീബിന് വിവാഹത്തെ, അല്ലാഹുവിന്റെ റസൂലിനെ വിവാഹത്തിന് പ്രേരിപ്പിക്കണം. അങ്ങനെ അതാ നേരം പുലരുന്നു, പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു, ഉസ്മാന് വേണ്ട ഭക്ഷണമെല്ലാം പാകം ചെയ്തു കൊടുത്ത് ഭാര്യ അതാ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അള്ളാഹിന്റെ ഹബീബ് വീട്ടിലുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വിശേഷങ്ങളെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് വിവാഹം ചെയ്യണം നബിയേ. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉറ്റി വീഴുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഓർക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, യാ റസൂലല്ലാഹ്, കന്യകയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആയിഷയെ പോലെയുള്ള മക്കളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ടല്ലോ, അതല്ല യാ റസൂലല്ലാഹ്, കന്യകയില്ലാത്തവരെയാണ് അങ്ങേക്ക് ആവശ്യമെങ്കിലോ വിധവകളെയാണെങ്കിൽ അങ്ങയോടൊപ്പം കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ വിധവകരുണ്ട് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാൻ പുണ്യനബി മറുപടിയൊന്നും പറഞ്ഞില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഉസ്മാന്റെ ഭാര്യ തിരിച്ചു പോരുകയാണ്. ഈ സംഭവങ്ങൾ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അല്ലാഹുവിന്റെ ഹബീബിന് ഒരു സ്വപ്നമുണ്ടാകുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടാവുകയാണ്. റസൂലുള്ളാഹി കിടന്നുറങ്ങുമ്പോഴാണ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിലേക്ക് ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കുകയാണ്. പട്ടിന്റെ തുണിയിൽ പൊതിഞ്ഞ സമ്മാനമാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് അത് വാങ്ങിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ തന്നെയാണ് ആ പട്ടിന്റെ വസ്ത്രങ്ങൾ നീക്കിക്കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത്, നബിയേ, ഇത് അല്ലാഹു അങ്ങേക്ക് വേണ്ടി തന്നെ അയച്ച സമ്മാനമാണ് എന്ന്. അള്ളാഹുവിന്റെ ഹബീബ് അതാ ഉറക്കത്തിൽ തന്നെ പട്ടുവസ്ത്രമതിൽ നിന്ന് നീക്കി നോക്കുമ്പോൾ കാണുന്നത് റസൂലുള്ളാഹി പറയാണ്, റഅയ്തു ആയിഷ, ഞാൻ കണ്ടത് ആയിഷ ബീവിയെയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്യാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നേരത്തെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഒരു മറുപടിയും പറഞ്ഞതേയില്ല. കാരണം മറ്റൊരു വിവാഹം എന്നത് അല്ലാഹുവിന്റെ ഹബീബിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വരികയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് ആരോടും പറഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. വീണ്ടും ഇതേപോലൊരു സ്വപ്ന ദർശനമുണ്ടാവുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമാണ്, ഇനി താമസിച്ചു നിൽക്കാൻ പാടില്ല. ശ്രദ്ധിക്കണേ എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമുണ്ടായപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തതെന്താ? നേരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയതല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യാൻ, അതുകൊണ്ട് വിവാഹം ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമാന്തിച്ചു നിൽക്കില്ല. എന്നാൽ കേൾക്കണേ നിങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദര, കേൾക്കണം നിങ്ങൾ, ഇതാണ് ലജ്ജ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാതെ പോയതും ഇത് തന്നെയാണ് ലജ്ജ. ഇന്നത്തെ കാലത്തില്ലാതെയായി പോയതും ഇത് തന്നെയാണ്. ഒരു പെണ്ണിനെ വഴിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ പോലും ആ പെണ്ണിനോട് ചോദിക്കുക, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെയോ, ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെയോ എന്നൊരു പെണ്ണിനോട് നേരിട്ട് ചോദിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും മര്യാദയായിരുന്നില്ല, അത് മര്യാദക്കേടായിരുന്നു. സ്കൂൾ വിട്ട് കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ
ബസ്സിൽ അവർ കയറി പോകുന്ന ബസ്സിന്റെ പിന്നാലെ ബൈക്കോട്ടി പോയിട്ട് ആ കുട്ടി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത് എന്നും ഏത് വീട്ടിലേക്കാണ് പോകുന്നത് എന്നും ശ്രദ്ധിച്ചു നോക്കിയിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ മകളെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നത് അതൊരു സുഖകരമായ രീതിയല്ല. എന്നിട്ടല്ലേ പിന്നെ പെണ്ണിനെയുമായി ചാടിക്കളയുന്നത്, എന്നിട്ടല്ലേ പിന്നെ ഓടിക്കളയുന്നത്. ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമാണ്. എങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുക? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന് ഓർമ്മ വന്നത്, ഉസ്മാൻ ഇബ്നു മളൂന്റെ ഭാര്യ എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഉസ്മാൻ ഇബ്നു മളൂൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ തന്നെ അടുത്തേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നിങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പോകുമോ? ഉസ്മാന്റെ ഭാര്യയോട് പറയുകയാണ്, നിങ്ങളൊന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോകുമോ? എന്നിട്ട് ആയിഷ ബീവിയെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ എന്നൊന്ന് ചോദിച്ചു നോക്കുമോ? നിങ്ങൾ ആലോചിക്കണം, ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും നേരെ നേരെ പറയാനുള്ള മടി, അതാ ലജ്ജ. എന്നാ ലജ്ജ എന്ന് പറയുന്നത്? അതില്ലാത്ത കാലമാണിന്ന്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ഈമാന്റെ ഭാഗമാണ് ഹയാ, ലജ്ജ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റില്ലേ, ഞാൻ പേസ് എടുക്കാൻ മറന്നുവല്ലോ. ഷാജി ഉസ്താദ് ഒന്ന് ഉദ്ഘാടനം ചെയ്താണ്. നിങ്ങൾ എത്രയാ കൊടുക്കുക? 500. വേഗം കൊടുത്തോളി, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും എടുക്കൂല. നിങ്ങൾക്ക് 500 കൊടുക്കുക, 1000 കൊടുക്കുക, മാറ്റൂലേ? 500, 1000 ഒക്കെ ഇപ്പൊ കൊടുക്കുക, കുഴപ്പമില്ല. 500ഉം 1000ഉം ഒക്കെ ചെലവാക്കാൻ പറ്റുന്ന സമയമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരും നല്ലോണം കൊടുത്തോളി. 500 എടുക്കൂലെന്ന് കരുതിയിട്ട് നിങ്ങൾ 100 കൊടുക്കണ്ട. 500 കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 500 തന്നെ കൊടുത്തോളൂ. ഒറ്റ നിമിഷം കൊണ്ട് 500, 1000 ഒക്കെ വേണ്ടാതായത്. ഒരേ ഒരു മണിക്കൂർ കൊണ്ട്, ഒരേ ഒരു സെക്കൻഡ് കൊണ്ട്. എന്നാ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സമ്പാദിച്ചതൊന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത സമയം എന്ന് ഖുർആൻ. ഞാൻ ഖത്തറിൽ നിന്ന് വന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങി രാത്രി. ഞാൻ ഈ വിവരമൊന്നും അറിയില്ല. സാധാരണ ഈ ലഗേജൊക്കെ വണ്ടിയിലൊന്ന് കയറ്റി വെക്കണോന് ഒരു 100 കൊടുത്തവൻ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കും, ഉസ്താദേ അതിന്റെ അപ്പുറത്ത് 500 ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ഇപ്പൊ ഇറങ്ങിയിട്ട് 500 കൊടുത്തപ്പോ എന്നോട് പറയും, എനിക്ക് 500 വേണ്ട, 100 മതി. 500 കൊടുത്തപ്പോൾ പറയാം, 500 വേണ്ട, 100 മതി. ഞാൻ പറഞ്ഞു 100 ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ പെട്രോൾ പമ്പിൽ പോവാ, അവിടുന്ന് കിട്ടും 100. ഞാൻ ചോദിച്ചു, എന്താ ഇത് പ്രശ്നം? അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾ വിവരം അറിയില്ലേന്ന്. ഞാൻ പറഞ്ഞില്ല. എന്നോട് പറഞ്ഞത്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് 500ന്റെയും 1000ന്റെയും നോട്ട് പിൻവലിച്ചിരിക്കുന്നുവെന്ന്. ഇപ്പം മനുഷ്യന്മാരെ കഥ ഉണ്ടെങ്കിൽ പരക്കം പായി 500, 1000 ആയിട്ട് എന്താ കാറ്റെന്നറിയാതെ. യൗമല യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നിങ്ങളുടെ സ്വത്തോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത കാലം, സമയം എന്ന് ഖുർആൻ. ദിവസം, അങ്ങനെ ദിവസം വരാൻ പോകുന്നുണ്ട്. അതിന്റെ മുമ്പ് വേഗം കൊടുത്തോളൂ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവെ, ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി തരണേ അല്ലാ. 4 ലക്ഷം ഉറുപ്പികയോളം ഈ പരിപാടിക്ക് ചെലവുണ്ട് എന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ബക്കറ്റിൽ തന്നെ കൊടുത്താൽ നമുക്ക് ദ്വാരന്ന് വേഗം പിരിയാൻ പറ്റും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതിന്റെ ഓപ്പറേറ്ററുടെ എനിക്ക് ചെറിയ ജലദോഷമുണ്ട്, തൊണ്ടവേദനയൊക്കെ ഉണ്ട്. മൂപ്പര് നീച്ചു പോയോ? മൂപ്പരോടൊന്ന് സഹായിക്കാൻ പറയും. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സ് നീ ഖബൂലാക്കണേ അല്ലാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, എല്ലാവരും നല്ലപോലെ സ്വലാത്ത് ചൊല്ലൂ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് എല്ലാ രോഗത്തിനുമുള്ള ശിഫയാണ്. അല്ലാഹുവേ, മാറാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഉസ്മാൻ ഇബ്നു മളൂൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ പറഞ്ഞേക്കുകയാണ്. എങ്ങോട്ട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. ഉസ്മാൻ ഇബ്നു മളൂൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ചെല്ലുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഉമ്മു റൂമാനെ വീട്ടിലുണ്ടായിരുന്നല്ലോ. ഉസ്മാന്റെ ഭാര്യ ചെന്നുകൊണ്ട് റളിയല്ലാഹു അൻഹു ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞയച്ചതാണ്, എന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചതാണ്.
റസൂലുള്ളാഹിക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായിട്ടുണ്ടത്രേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങളുടെ മകൾ ആയിഷയെ റസൂലുള്ളാഹിക്ക് നിങ്ങൾ കല്യാണം ചെയ്തു കൊടുക്കുമോ? ഉസ്മാന്റെ ഭാര്യയുടെ ചോദ്യമാണ് റളിയല്ലാഹു അൻഹു. ഉമ്മു റൂമാനെ കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. ഉമ്മു റൂമാൻ പറഞ്ഞു, എനിക്ക് വല്ലാതെ ഇഷ്ടമായി, പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ ഇല്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നതിന് ശേഷം ഞാൻ അവരുമായി മശ്വറ ചെയ്യട്ടെ. ഉണ്ടോ? അതൊക്കെയാണ് മര്യാദ എന്ന് പറഞ്ഞത്. പെങ്ങൾ പഠിച്ചു വെക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നീ പഠിച്ചു വെക്കണം. നീ എല്ലാ വീട്ടിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, നിന്റെ മകളെ ആരോട് കല്യാണം കഴിക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടത് നീയല്ല. അതിന്റെ പേരിൽ ഭർത്താവിനോട് നീ കശപിശ കൂടണ്ട. ഉമ്മു റൂമാൻ പറയുകയാണ്, എനിക്ക് ആ കാര്യം വല്ലാതെ ഇഷ്ടമായിട്ടുണ്ട്, പക്ഷേ എന്റെ കുട്ടിയുടെ പ്രിയപ്പെട്ട പിതാവ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലില്ല, അവർ വീടിന്റെ വെളിയിലാണ്. അവർ വന്നതിന് ശേഷം ഞാനൊരു കൂടിയാലോചന നടത്തട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. ഉമ്മു റൂമാൻ കാര്യം പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് വന്ന മറ്റൊരു അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ വീട്ടിൽ പോയി. അവനോട് പറഞ്ഞു, നിങ്ങൾ എന്റെ പൊന്നുമോൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ? എന്റെ മോളെ നിങ്ങൾ നിങ്ങളുടെ മകന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുകയും റസൂലുള്ളാഹിന്റെ സഹായിയായി മാറുകയും ചെയ്തതുകൊണ്ട് ആ കുടുംബം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏറെ വെറുത്തിട്ടുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മുഹമ്മദിനോട് വിശ്വസിച്ച നിന്റെ മകളെ ഞങ്ങളുടെ മകൾക്ക് ഞങ്ങളുടെ മകന് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷമായി. തിരിച്ചു വന്നു തന്റെ വീട്ടിലേക്ക്. ഉമ്മു റൂമാനുമായി കൂടിയാലോചന നടത്തി. ഉമ്മു റൂമാനോട് പറഞ്ഞു, ഉമ്മു റൂമാൻ, അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മളുടെ മകളെ അള്ളാഹുവിന്റെ ഹബീബിന് വിവാഹം കഴിക്കാനുള്ള അവസരമുണ്ടായിരിക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രായം 50 ആണ്. ആയിഷ ബീവിയുടെ പ്രായം 6 കഴിഞ്ഞ് 7ലേക്ക് കിടക്കുകയാണ്. നല്ലപോലെ കേൾക്കണം നിങ്ങൾ. ആയിഷ ബീവിയുടെ പ്രായം 6 ആണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രായം 50 ആണ്. ആയിഷ ബീവിയും റസൂലുള്ളാഹിയും തമ്മിലുള്ള പ്രായത്തിന്റെ അന്തരം 44 വയസ്സാണ്. എന്റെ പ്രിയമുള്ളവരെ, 44 വയസ്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ അതന്നല്ലേ ഈ ശത്രുക്കൾ ഇങ്ങനെ പറയണത്? അതുതന്നെയല്ലേ ശത്രുക്കൾ ഇങ്ങനെ പറയുന്നത്? ആയില്ല സഹോദര, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം മുഴുവനായി പഠിക്കണം നമ്മൾ. 6ാമത്തെ വയസ്സിലാണ് ആയിഷ, 6 വയസ്സ് കഴിഞ്ഞ് 6 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്യുന്നത്. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. 6ാം വയസ്സിൽ നിക്കാഹ് ചെയ്യുന്നതിന് കുഴപ്പം? പലതിനും കണക്ക് പറഞ്ഞ മതാണ് ഇസ്ലാം. അല്ലേ? ളുഹർ എത്ര റക്അത്ത ഇവിടെ നിസ്കരിക്കല്? 2. എന്താ എത്ര? 4. ഞാൻ അങ്ങനെ ആക്കാൻ പാടില്ല. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കണല്ലോ. സുബഹി 2 നമ്മൾ നിസ്കരിക്കാറുള്ളത്. ഒരാൾ 3 നിസ്കരിച്ചാൽ ശരിയാവില്ല. കണക്ക് പറഞ്ഞിട്ടുണ്ട്. ളുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇശാ 4, വിത്ർ 11 വരെ നിസ്കരിക്കാം. കണക്ക് പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കുമ്പോ പറഞ്ഞു 2.5% കൊടുക്കണം പലതിനും. കഅബയിൽ പോയാൽ തവാഫ് ചെയ്യുമ്പോൾ 7 തവണയാണ് തവാഫ് ചെയ്യേണ്ടത്. ഞങ്ങൾ പലതിനും കണക്ക് പറഞ്ഞു. ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാകുന്നത് പ്രായപൂർത്തിയാകുമ്പോഴാണ്. എന്നിട്ട് പറഞ്ഞു പ്രായപൂർത്തിയാകുന്നത് പുരുഷനാണെങ്കിൽ ഒന്നുകിൽ ഇന്ദ്രിയം സ്ഖലിക്കുമ്പോൾ, അല്ലെങ്കിൽ 15 വയസ്സ് പൂർത്തിയാകുമ്പോൾ. കണക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും കണക്ക് പറഞ്ഞ മതാ. ഈ വിവാഹത്തിന് മാത്രം പ്രായവും സമയവും നേരവും വയസ്സും പറയാതിരുന്നേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലേ? ഏക സിവിൽ കോഡ് നടപ്പിൽ വരുത്താനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ്. എന്താ പറഞ്ഞത്? ഇസ്ലാമിക നിയമമൊന്നും പ്രായോഗികമല്ല.
ഇസ്ലാമിക നിയമമൊന്നും പ്രായോഗികമല്ല എന്ന് ഞാൻ പറയട്ടെ. ഈ ശത്രു വിഭാഗത്തോട് പറയട്ടെ, ഇസ്ലാമിനോട് ശത്രുത വെച്ചു പുലർത്തുന്നവരോട് ഞാൻ പറയട്ടെ, ഇസ്ലാമിന്റെ നിയമങ്ങളുടെ ആന്തരികമായ ഇതിന്റെ തത്വങ്ങളെ കുറിച്ച് പഠിക്കണം. എന്താ ഇസ്ലാം കാണുന്ന വിവാഹവും ലോകം കാണുന്ന വിവാഹവും ഒന്നല്ല. ഇസ്ലാം ഒരു വിവാഹത്തിലൂടെ കാണുന്നത് ഒരു പെണ്ണിന് സംരക്ഷണം നൽകപ്പെടാനുള്ള അവസ്ഥ ഉണ്ടാവുക എന്നാണ്. അതുകൊണ്ടാണോ നിക്കാഹിന്റെ സമയത്ത് പറഞ്ഞെന്താ, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിം ബിഇഹ്സാൻ. അല്ലാഹു പറഞ്ഞ പ്രകാരം ഞാൻ നിങ്ങൾക്ക് എന്റെ പൊന്നുമോളെ വിവാഹം ചെയ്തു തരാം. മിൻ ഇംസാകിൻ ബിമഅറൂഫ്, നല്ല രീതിയിൽ എന്റെ പൊന്നുമോളെ സംരക്ഷിക്കണമെന്ന കരാറിൽ ഉണ്ടോ? നല്ല രീതിയിൽ എന്റെ പൊന്നുമോളെ സംരക്ഷിക്കണം. ഒരു പെണ്ണിന് സംരക്ഷണം കൊടുക്കലാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാ ചിലർ പറഞ്ഞ് ഇസ്ലാം ശൈശവ വിവാഹം പ്രോത്സാഹിപ്പിച്ച മതമാണ്. പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ആ പറഞ്ഞത് ശരിയല്ല. പിന്നെയോ ഏതു പ്രായത്തിലും നിക്കാഹ് ചെയ്യാമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഇസ്ലാം വിവാഹം ഈസ് ഈക്വൽ ടു സെക്സ് എന്നല്ല കാണുന്നത്, വിവാഹം ഈസ് ഈക്വൽ ടു സംരക്ഷണം എന്നാണ്. വിവാഹത്തിലൂടെ ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് ഒന്നാമതായി ഒരു പെണ്ണിന്റെ സംരക്ഷണമാണെങ്കിൽ ഏത് പ്രായത്തിലും സംരക്ഷണം ഏൽപ്പിക്കാലോ. പിതാവിൽ വന്നു ചേർന്നിരിക്കുന്ന സംരക്ഷണം അല്ലേ. ഒരു വാപ്പ ക്യാൻസർ രോഗിയാണ്, 2 പെൺമക്കളുണ്ട്, 6ഉം 8ഉം വയസ്സായ പെൺമക്കളാണ്. ഈ വാപ്പ ചിന്തിക്കുകയാണ്, പടച്ച റബ്ബേ, ഞാൻ ഈ ലോകത്തിൽ മരിച്ചുപോയാൽ എന്റെ കുഞ്ഞുമക്കളുടെ കാര്യം എന്താ? അങ്ങനെ ചിന്തിക്കുന്ന പിതാവിന് ജീവിച്ചിരിക്കെ തന്റെ 6ഉം 8ഉം വയസ്സുള്ള 2 പൊന്നുമക്കളെ സംരക്ഷിക്കാൻ പറ്റാവുന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചു പോകാം. ആര് പഠിപ്പിച്ചു? അല്ലാഹ് ആര് പഠിപ്പിച്ചു? ദീന് ഏൽപ്പിച്ചു പോകാം. അതിന്റെ അർത്ഥം ആ പെണ്ണിനെ അപ്പ തന്നെ കൂടെ ജീവിക്കാൻ വിട്ടുകൊടുക്കണം എന്നല്ല. എപ്പോഴാണ് ഒരു പെണ്ണിനെ കൂടെ ജീവിക്കാൻ കൊടുക്കേണ്ടത്? കൂടെ ജീവിക്കാനുള്ള ശാരീരികമായ പക്വത എത്തുമ്പോഴാണ്. ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഇസ്ലാം അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നിയോഗിച്ചത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളെ വിഭാടനം ചെയ്യാനാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ സെക്സ് അല്ല, പ്രധാനമായുമുള്ള ലക്ഷ്യം സംരക്ഷണമാണ് എന്നതുകൊണ്ടാണ് നിക്കാഹ് ഏത് പ്രായത്തിലും ചെയ്യാമെന്ന് പറഞ്ഞത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിക്കാഹ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആയിഷ ബീവിയുടെ 6ാമത്തെ വയസ്സിലാണ് പുണ്യനബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ചാണ് നിക്കാഹ് നടക്കുന്നത്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീടിന്റെ വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മു റൂമാൻ ആയിഷ ബീവിയെ വീട്ടിന്റെ അകത്തേക്ക് വിളിച്ചു, കുളിപ്പിച്ചു, മുടിയെല്ലാം ചീകിക്കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മോളെ, നിന്നെ റസൂലുള്ളാഹിക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തിരിക്കുകയാണ് നിന്റെ പിതാവ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അപ്പോഴാണ് താൻ വിവാഹം ചെയ്യപ്പെട്ട വിവരം അറിയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോവുകയാണ് വീട്ടിൽ നിന്ന്. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും കൂടെ കൂട്ടിപ്പോയില്ല. അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ തന്നെയാണ്. അവിടെയാണ് ആയിഷ ബീവി വളരുന്നത്. 3 കൊല്ലം കഴിഞ്ഞ് 9ാമത്തെ വയസ്സിലാണ് പിന്നീട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ കൂടെ വീട്ടിൽ കൂടുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 53ാമത്തെ വയസ്സിലാണല്ലോ ഹിജ്റ ഉണ്ടാകുന്നത്. മക്കയിൽ റസൂലുള്ളാഹിനെ ജീവിക്കാൻ അനുവദിച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബ് മക്ക വിട്ടു പോവുകയാണ് മദീന മുനവ്വറയിലേക്ക്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പോവുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ പോയി.
തന്റെ മക്കളെയും തന്റെ ഭാര്യയെയും വീട്ടിൽ വിട്ടേച്ചാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്നത്. അവരെ മദീന മുനവ്വറയിലേക്ക് എത്തിക്കാൻ ആളെ ചുമതലപ്പെടുത്തുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിൽ എത്തിച്ചേരുന്നു. ഇന്ന് മദീന മുനവ്വറയിലുള്ള മസ്ജിദ് ഖുബ എന്ന് പറയുന്ന പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് അള്ളാഹുവിന്റെ ഹബീബ് അതിന്റെ ചാരത്താണ് ആദ്യമായി ഇറങ്ങി താമസിച്ചത്. പിന്നീട് മസ്ജിദുൻ നബവിയുള്ള സ്ഥലത്തേക്ക് താമസം മാറ്റി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ മസ്ജിദുൻ നബവിയോട് ചേർന്നൊരു വീട് പണിയുകയാണ്. ആ വീട് പണിതത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ വീട്ടിൽ കൂടാനായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അദാവും മദീനയിലേക്ക് പലായനം ചെയ്തു വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം മദീനയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മദീനയിൽ എത്തിയപാടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പനിച്ചു. പല സ്വഹാബികൾക്കും പനി ബാധിച്ച പോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കും പനിച്ചു. പനി ശക്തമായി, വല്ലാത്ത പനിയായിരുന്നു. പനിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുടി പോലും കൊഴിഞ്ഞുപോയി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പനി സുഖമായി. അതിനുശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരം പുഷ്ടി പ്രാപിച്ചു. 9 വയസ്സാണെന്ന് ആയിഷ ബീവിക്ക് പ്രായം. 9 വയസ്സാണ് പ്രായമെങ്കിലും ഒരു 18 വയസ്സായ സ്ത്രീയുടെ മേനിയായിരുന്നു അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിന്റെ പുഷ്ടി. അപ്പോഴാണ് വീട്ടിൽ കൂടാൻ തീരുമാനിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടത്. ഒരു പെണ്ണിനെ ഏത് പ്രായത്തിലും നിക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞ ഇസ്ലാം ആ പെണ്ണിനെ ഒരുമിച്ച് ജീവിക്കാൻ വിട്ടുകൊടുക്കേണ്ടത് എപ്പോഴാണ് എന്ന് പറഞ്ഞെടുത്ത് കാണാം. ശാരീരികമായൊരു പുരുഷനുമായി ഒന്നിച്ചു ജീവിക്കാൻ പ്രായമാകുമ്പോഴേ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരവസ്ഥ കൈവരുമ്പോഴേ ആ പെണ്ണിനെ വിട്ടുകൊടുക്കാവൂ. ആയിഷ ഇന്ത്യ രാജ്യത്തെ തന്നെ കോളിളക്കം സൃഷ്ടിച്ചൊരു പ്രശ്നമായിരുന്നല്ലോ അത്. ഇന്ത്യ രാജ്യത്തെ തന്നെ ഇപ്പൊ ശത്രുക്കളയുമെന്ന് മാറി അടുത്തതിലേക്ക് കടന്നു. ഏതോ നാമധാരിയായ ഒരു പെണ്ണിനോട് കേസ് കൊടുപ്പിച്ചിട്ട് പറഞ്ഞെന്താ പറഞ്ഞത്? മുത്തലാഖ് നിർത്തലാക്കണം. മുത്തലാഖ് കൊണ്ട് ബുദ്ധിമുട്ടായ കുറെ സ്ത്രീകളുണ്ട്. ഏതോ നാമധാരിയായ പെണ്ണിനോട് കേസ് കൊടുപ്പിച്ചതാണ്. മുത്തലാഖ് നിർത്തലാക്കെന്നൊക്കെ അവര് പറഞ്ഞ കേട്ടാ തോന്നുന്നെന്താ അറിയോ? ഇന്ന് കെട്ടി നാളെ തലാക്കല്ലി, മറ്റന്നാളൊന്ന് കെട്ടിയതിന്റെ പിറ്റേന്ന് പിന്നെയും ശല്യ എന്നാണ് ഈ മതത്തിന്റെ നിയമമെന്ന് തോന്നിപ്പോകും. ഒന്നുമല്ല. 3 തലാഖും ഒരാൾ ഒന്നിച്ചു ചൊല്ലിയാൽ ത്വലാഖ് സംഭവിക്കുമോ ഇല്ലേ? അവിടെ ആ മസല പറഞ്ഞതാ, സംഭവിക്കും. ത്വലാഖ് ചൊല്ലരുത് എന്നാണ് അല്ലാഹു പറഞ്ഞത് അല്ലേ? പരമാവധി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നിടത്തോളം നിങ്ങൾ പിടിച്ചു നിൽക്കണം. പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം. ഇതൊക്കെയല്ലേ ദീന് പഠിപ്പിച്ചത്. ഞാൻ പറയുന്നുണ്ട്, എന്റെ ആരോഗ്യം എന്നെ അനുവദിച്ചാൽ ഒരല്പവും കൂടെ പറഞ്ഞു നമ്മൾ അവസാനിപ്പിക്കും. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സ് നിന്റെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ സദസ്സാക്കണേ അല്ലാഹ്. ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കണേ അല്ലാഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വീടിന്റെ അവസ്ഥ പറഞ്ഞു തരുന്നുണ്ട്. അമ്മമാരെ കേൾക്കണം. നമ്മൾ ഭർത്താവിനോട് പല വിഷയത്തിലും പോരാന്ന് പരാതി പറയാറില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വീടിനെ കുറിച്ച് പറയാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നു. വീടിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഒരാളിങ്ങനെ നിന്നാൽ 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യനിങ്ങനെ നിന്നിട്ട് കൈയൊന്ന് പൊക്കിയാൽ അയാളുടെ കയ്യിൽ തട്ടുമായിരുന്നു റസൂലുള്ളാഹിന്റെ വീടിന്റെ മേൽക്കൂര. റസൂലുള്ളാഹിന്റെ വീടിന്റെ മേൽക്കൂര ആയിഷ ബീവി പറയാൻ, മണ്ണിന്റെ കട്ടകൾ കൊണ്ടായിരുന്നു ചുമരുകൾ ഉണ്ടായിരുന്നത്. ഈ തപ്പന തടി കൊണ്ടായിരുന്നു തൂണുണ്ടായിരുന്നത്. ഈ തപ്പന ഓലകൾ കൊണ്ടായിരുന്നു മേൽക്കൂരയുണ്ടായിരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവി പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ പള്ളിയുടെ ഭാഗത്തേക്കുള്ള ഡോറ് ഒരു വിരി ഇങ്ങനെ തൂക്കിയിട്ടതായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, 3 പാത്രങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ.
കേൾക്കണേ നിങ്ങൾ, ആരുടെ വീടിന്റെ വൃത്താന്തമാണ് നമ്മൾ പറയുന്നത്? അൻതല്ലദീ ലൗലാക മാ ഖുലിക അംറുൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. അങ്ങില്ലെങ്കിൽ ലോകത്തിന് തന്നെ ജന്മമില്ലെന്ന് പുകഴ്കൊണ്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ വൃത്താന്തം പറയാൻ 3 പാത്രങ്ങളെ റസൂലുള്ളാഹിന്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഉമ്മ കേൾക്കണേ നിങ്ങൾ, ആയിഷ ബീവി പറയുന്നു, ഒരു പാത്രത്തിലായിരുന്നു ധാന്യം സൂക്ഷിച്ചിരുന്നത്, മറ്റൊരു പാത്രത്തിൽ ഈത്തപ്പഴം സൂക്ഷിക്കാറുണ്ടായിരുന്നു, 3-മതൊരു പാത്രം വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആ വീടിന്റെ അകത്ത് വെള്ളം കുടിക്കാൻ എനിക്കും റസൂലുള്ളാഹിക്കും വെള്ളം കുടിക്കാൻ ഒരു കോപ്പേ ഉണ്ടായിരുന്നുള്ളൂ, ഭക്ഷണം കഴിക്കാൻ ഒരു പ്ലേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ ഒരു മെത്ത ഉണ്ടായിരുന്നു, ഒരു വിരിപ്പുണ്ടായിരുന്നു, ഒരു തലയുണ്ടായിരുന്നു, ഒരു പുതപ്പുമുണ്ടായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. ഇതായിരുന്നു അല്ലാഹുവിന്റെ വീട്ടിന്റെ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ അകത്തുള്ള സൗകര്യമെങ്കിലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് വീട്ടിന്റെ അകത്തെ സൗകര്യമല്ല, അവരുടെ പ്രായമല്ല പട്ടമെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സന്തോഷവും സംതൃപ്തിയുമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ സൗകര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു റളിയല്ലാഹു അൻഹ 18-ാമത്തെ വയസ്സിലാണല്ലോ റസൂലുള്ളാഹി വഫാത്താവുന്നത്. ആയിഷ ബീവി പൊട്ടി 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 കരയായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നവർ ഇന്ന് പല ആൾക്കാർക്കും ആയിഷ ബീവിക്കില്ലാത്ത വേദന, ആയിഷ ബീവിക്കില്ലാത്ത പരാതിയാണ് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ. പല ആളുകൾക്കും ഇന്ന് ആയിഷ ബീവിക്ക് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ എന്താ പറയാനുള്ളത്? ആയിഷ ബീവി പറയാണ്, എന്റെ ഹബീബിനെ പോലെ ലോകത്തൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. 9-ാമത്തെ വയസ്സുള്ള റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രായമെന്ന് 50. ആയിഷ ബീവിയുടെ 53 റസൂലുള്ളാഹിന്റെ പ്രായം. ആയിഷ ബീവിയുടെ പ്രായം 50. 53 വയസ്സുള്ള റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആയിഷ ബീവി പറയാൻ, അല്ലാഹുവിന്റെ ഹബീബിനെ പോലെ ഒരാളെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ പോലെ ഉള്ള ഒരു മഹാനെ ലോകത്തൊരു സ്ത്രീക്കും ലഭിക്കില്ല എന്ന് ആയിഷ ബീവി റസൂലുള്ളാഹിയുമൊത്തുള്ള ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തയായിരുന്നു. എന്താ കാരണം? അതാ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഈ സദസ്സിലിരിക്കുന്ന പുരുഷന്മാർക്കൊക്കെ പലർക്കും പരാതിയാണോ അല്ലേ? 5 കൊല്ലം വരെ തിരക്കടില്ല, അല്ലേ 15 കൊല്ലം വരെ ഞങ്ങൾ സ്നേഹസമ്പന്നമായി ജീവിച്ചവരാണ്. ഇപ്പൊ വീട്ടിന്റെ ഇടക്കിടക്ക് പ്രശ്നങ്ങളാണ്. എന്താ കാരണം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 9 വയസ്സായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ഏകദേശം 10 വർഷക്കാലത്തോളമുള്ള ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാനേറെ സന്തുഷ്ടയാൻ. എന്താ ആയിഷ ബീവി അങ്ങനെ പറയാനുള്ള കാരണം? ആയിഷ ബീവി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാര്യത്തിലും എന്നെ പരിഗണിക്കുമായിരുന്നു. റസൂലുള്ളാഹി വീടിന്റെ വെളിയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വഹാബാക്കൾക്കിടയിൽ റസൂലുള്ളാഹി നിൽക്കുമ്പോൾ സ്വഹാബികൾ എന്ത് ബഹുമാനത്തോടെയാണ് എന്റെ ഹബീബിനെ കാണാറുള്ളത്. പള്ളിയിൽ അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ വലിയ ബഹുമാനത്തോടെയാണ് സ്വഹാബികൾ റസൂലുള്ളാഹിനെ സ്വീകരിക്കാറുള്ളത്. സ്വഹാബികൾക്കിടയിലായിരിക്കുമ്പോൾ വലിയ ഗാംഭീര്യമാണ് അല്ലാഹുവിന്റെ ഹബീബിന്. എന്നാൽ എന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിലേക്ക് കയറി വന്നാൽ റസൂലുള്ളാഹി എന്റെ പ്രായത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ ബീവി പറഞ്ഞെന്തറിയോ? റസൂലുള്ളാഹി എന്നെ മനസ്സിലാക്കിയിട്ടാ എന്നോട് പെരുമാറിയത്.
അല്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹിനോട് എനിക്കുള്ള സ്നേഹത്തിന്റെ ആഴം വിവരിക്കാൻ കഴിയില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ നാളെ രാവിലെ ജോലിക്ക് പോണതിന് മുമ്പ് ഒരു പേപ്പർ, ഒരു കടലാസ്, ഒരു പേനി മേശപ്പുറത്തെടുത്തിട്ട് എടുത്തു വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭാര്യയ്ക്ക് ഫോൺ ചെയ്തിട്ട് പറയാം, ഞാനൊരു പേപ്പറും പേനയും അവിടെ വെച്ചിട്ടുണ്ട്, വൈകുന്നേരം വരുമ്പോഴേക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം അതിൽ എഴുതി വെക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് നിന്ന് എഴുതിച്ചു. ഈയിടെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി. വയലിനെ അവര് വിളിച്ച്, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് പേപ്പർ റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞു. ഒരു പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചു. കുറെ ആളുകളുടെ കയ്യിൽ പേപ്പർ കൊടുത്തു. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കയ്യിൽ പേപ്പർ കൊടുത്തിട്ട് ഞാൻ അവരോട് എഴുതാൻ പറഞ്ഞു. സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളെ ഭർത്താവിനെ കുറിച്ചുള്ള പരാതി എഴുതണം. ഭർത്താവിനോട് പറഞ്ഞു, പുരുഷനോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച്, ഭാര്യമാരിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്താണ് എന്ന് എഴുതണം. പലരും എഴുതിയ എന്താ നിങ്ങള്, ഭാര്യ എഴുതിയത്, അയാൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നോട് സംസാരിക്കാൻ അയാൾക്ക് സമയമില്ല, എന്നെ അയാൾ മനസ്സിലാക്കുന്നില്ല, വീട്ടിന്റെ അകത്ത് വന്നാലും വാട്സപ്പിലാണ് അയാൾ. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ഹബീബ് വീടിന്റെ വെളിയിൽ വലിയ ഗാംഭീര്യമുള്ള ആളാ, പക്ഷേ എന്റെ വീടിന്റെ അകത്തേക്ക് കയറി വന്നാൽ റസൂലുള്ളാഹി എന്റെ പ്രായത്തിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. 53 വയസ്സുള്ള റസൂലുള്ളാഹി 9 വയസ്സായ കുഞ്ഞിനെ പോലെ ആകുമായിരുന്നുവെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് 14 വയസ്സുണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് 14 വയസ്സുള്ള ഒരാളെ പോലെയാണ് എന്നോട് പെരുമാറിയത്. എനിക്ക് 16 ആയപ്പോൾ റസൂലുള്ളാഹി എന്നോട് പെരുമാറിയത് 16 വയസ്സുള്ള ഒരാളെ പോലെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാൻ, ഒരു പെണ്ണിന് പല ആൾക്കാർക്കും പരാതി നേരെ ഓപ്പോസിറ്റാ. ഓളിന്നെ മനസ്സിലാക്കില്ല, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ അല്ലേ, എനിക്ക് തിരക്കുണ്ടാവൂലേ, ഓളിങ്ങനെ വിചാരിച്ച മാതിരിയൊക്കെ നടക്കാൻ പറ്റുമോ എനിക്ക് എന്നാണ് പലരും പറയാറുള്ളത്. എന്നാൽ ലോകത്തെ ഏറ്റവും തിരക്കുള്ള മനുഷ്യനായ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവമായി ആയിഷ ബീവി എടുത്തു പറഞ്ഞത്, എന്റെ പ്രായത്തിലേക്ക് റസൂലുള്ളാഹി ഇറങ്ങി വരുമായിരുന്നു. ആയിഷ ബീവി തന്നെ പറയാൻ, ഒരു ദിവസത്തെ സംഭവം, ഞാനും അല്ലാഹുവിന്റെ ഹബീബും വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് മദീന പള്ളിയുടെ മുറ്റത്ത് നിന്നൊരു ശബ്ദം കേട്ടു. അള്ളാന്റെ ഹബീബ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അറബികളുടെ കുട്ടികൾ മദീന പള്ളിയുടെ മുറ്റത്ത് നിന്ന് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മദീനയിലെ സ്വഹാബികളുടെ മക്കൾ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് വെച്ച് കളിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് ചോദിച്ചു, ആയിഷ, കളി കാണണോ ആയിഷ? കേൾക്കണേ, എന്താ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കില്ലാത്ത പരാതിയാണ് ചില ആളുകൾക്ക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ചില ആൾക്കാർക്ക് വയസ്സിലാ പ്രശ്നം. വയസ്സിലല്ല പ്രശ്നം, ജീവിതത്തിലാണ് പ്രശ്നം, പെരുമാറ്റത്തിലാണ് പ്രശ്നം. വയസ്സിലും തിരിക്കുന്നു അല്ലേ? എത്ര കേസുകൾ. രണ്ടാളും ഭാര്യ ഭർത്താവും തമ്മിലുള്ള വയസ്സിന് 4 വയസ്സേ ഡിഫറൻസ് ഉള്ളൂ, 6 വയസ്സേ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ 28 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന്റെ പ്രവർത്തനം കേട്ടാ തോന്നും ഇവന് 4 വയസ്സുള്ള കുട്ടിയുടെ പോലും ബുദ്ധിയില്ല എന്ന്. വയസ്സിൽ എന്തിരിക്കുന്നു, വയസ്സിലല്ല കാര്യം. നിങ്ങൾ ചിന്തിക്കണേ, വിവാഹത്തിൽ പെരുമാറ്റത്തിലും ജീവിത ചിട്ടയിലുമാണ് കാര്യം കിടക്കുന്നത്, വയസ്സിലല്ല. നമ്മളൊക്കെ നാട്ടിലില്ലേ ഒരു അലിഖിതമായ നിയമം? എന്താണ് നിയമം? ആണിന് പെണ്ണിനേക്കാൾ പെണ്ണിനേക്കാൾ വയസ്സ് കുറയണമെന്നോ കൂടണം. അള്ളാന്റെ ഹബീബ് ആദ്യത്തെ വിവാഹത്തിൽ തന്നെ ആ നിയമത്തെയാണ് തൂത്തെറിഞ്ഞത്. 40 വയസ്സുള്ള ഖദീജ ബീവിയാണ് 25 വയസ്സുള്ള പെണ്ണിനെ കല്യാണം ചെയ്യുന്നത്. രണ്ടാമത്തെ വിവാഹം 50 വയസ്സുള്ള ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സുള്ള ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്യുകയാണ്. വിവാഹത്തിൽ വയസ്സ് പ്രശ്നമല്ല. എത്രയോ പ്രശ്നങ്ങളാ വയസ്സിന്റെ പേരിൽ. ഒരിക്കലൊരു പ്രശ്നം വന്നു എൻ്റെ അടുത്ത്. ഈ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും വേണ്ടവൻ എനിക്ക്. ഞാൻ ഇരുന്ന് സംസാരിച്ചപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, എന്താ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഓള് ചോദിച്ചു, നിങ്ങളെ പാസ്പോർട്ട് എവിടെയാണ്? ഈ സാധുവിനെ അറിയില്ല പാസ്പോർട്ട് എന്തിനാ ചോദിക്കണത്.
ഈ സാധു എടുത്തു കൊടുത്തപ്പോൾ നോക്കിയത് ഡേറ്റ് ഓഫ് ബർത്താണ്. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് പറഞ്ഞത്രേ, നിങ്ങൾക്ക് 34 വയസ്സായി, നിങ്ങൾ തന്തയാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന സംഭവങ്ങളും അത്തരത്തിലുള്ള ചർച്ചകളും ഞാൻ ഓർക്കുകയാണ്. പെങ്ങളെ, വിവാഹ ജീവിതത്തിൽ വയസ്സല്ല പ്രശ്നം, വയസ്സല്ല പെരുമാറ്റമാണ് ജീവിതത്തിന്റെ സംതൃപ്തിയാണ്. ആയിഷ ബീവി പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, ആയിഷ കളി കാണണോ ആയിഷ? ഞാൻ പറഞ്ഞു, കാണണം നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ വീടിന്റെ വാതിലിൽ, മദീന പള്ളിയുടെ ഭാഗത്തേക്കുള്ള വാതിലിൽ റസൂലുള്ളാഹി നിന്നു. ഞാൻ റസൂലുള്ളാഹിന്റെ തോളിൽ താടി വെച്ചു. ഞാൻ റസൂലുള്ളാഹിന്റെ തോളിൽ താടി ഇങ്ങനെ വെച്ചുകൊണ്ട് കുട്ടികളുടെ കളി കാണുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, മതിയോ ആയിഷ? ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിനോട് പോരെ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കളി ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതമായിരുന്നു ആയിഷ ബീവിയുടെ പ്രകൃതം. ഇതൊക്കെ കൂടി കേട്ടിട്ട് ഭർത്താവിനെയും കൂട്ടിയിട്ട് ഗാലറി പോയിരിക്കണ്ട. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുഞ്ഞുകുട്ടിയാണ്. 10-12 വയസ്സുള്ള ആയിഷ ബീവിയുടെ ആയിഷ ബീവിയുടെ മാനസിക നില പരിഗണിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബ്. ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ കണ്ടത് മതിയോ ആയിഷ എന്ന് ചോദിച്ചു. ആയിഷ ബീവി പറയാ, പോരെ നബിയേ. ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, മതിയായില്ല യാ റസൂലല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് നിന്നു തന്നു. കുറെ സമയം കഴിഞ്ഞപ്പോ വീണ്ടും ചോദിച്ചു, മതിയോ ആയിഷ? ആയിഷ ബീവി പറയാണ്, അപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഹബീബ് ക്ഷീണിച്ചു പോയിട്ടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, മതിയാ റസൂലല്ലാഹ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് തിരിഞ്ഞു പോന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ എന്നെ മനസ്സിലാക്കി പെരുമാറി എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഞാനിപ്പോ അങ്ങക്കൊക്കെ ഓരോ കടലാസങ്ങളും ഭാര്യമാർക്കൊക്കെ കൊടുത്തിട്ട് നാളെ നിങ്ങളത് എഴുതിയിട്ട് അറിയിക്കുന്നു പറഞ്ഞാൽ എന്തൊക്കെ അതിൽ കാണേണ്ടി വരും എന്ന് സംശയമാണ്. എന്തെല്ലാം അതിൽ കാണേണ്ടി വരും. ഞാൻ പറയുന്നത്, ഒരു പെണ്ണിനെ പരിഗണിക്കുന്നിടത്താണ് ഒരു പെണ്ണിന് മനസ്സമാധാനമുണ്ടാകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എത്രയോ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ യുദ്ധത്തിനായി പോവുകയാണോ. ആയിഷ ബീവി ഒരു കുട്ടിപ്രായത്തിലുള്ള പെണ്ണാണ് എന്നറിഞ്ഞതുകൊണ്ട് ആ പ്രായത്തെ റസൂലുള്ളാഹി പരിഗണിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരിക്കൽ ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഒരു യുദ്ധത്തിൽ എനിക്ക് പോകാനുള്ള അവസരം ലഭിച്ചു. ആ തവണ യുദ്ധത്തിൽ ഞാൻ ആ റസൂലുള്ളാഹിന്റെ കൂടെ പോയത്. അങ്ങനെ അതാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ ഹബീബ് പെട്ടെന്ന് കൂടെയുള്ള സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ നിങ്ങൾ നടന്നു പോയിക്കോളൂ. സ്വഹാബികൾ അങ്ങ് നടന്നുപോയി. കുറെ ദൂരം അങ്ങ് നടന്നുപോയവർ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, ആയിഷ ഓട്ട മത്സരത്തിനുണ്ടോ ആയിഷ? ഓട്ട മത്സരത്തിനുണ്ടോ ആയിഷ? ആരാണിതെന്ന് ചിന്തിക്കണേ എന്റെ പ്രിയമുള്ള സഹോദര. ഐസ മൻസർ ജമാനേ മേ ദേഖാ നഹീ ജൈസ മൻസർ മദീനേ മേ മൗജൂദ് ഹേ. അല്ലാഹുവിന്റെ ഹബീബാൻ തന്റെ ഭാര്യയോട് ചോദിക്കാണ്, ആയിഷ ഓട്ട മത്സരത്തിനുണ്ടോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, അങ്ങനെ ഞാനും അല്ലാഹുവിന്റെ ഹബീബും ഓട്ട മത്സരം നടത്തി. ആരുമില്ല, വിജനമായ മരുഭൂമിയാൻ, ആരും കാണുന്നില്ല. ഞാനും റസൂലുള്ളാഹിയും ഓടി. ഞാൻ ജയിച്ചു, റസൂലുള്ളാഹി തോറ്റു. ആയിഷ ബീവി പറയാൻ, ഞാൻ ജയിച്ചപ്പോ റസൂലുള്ളാഹി തോറ്റപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് എന്നെ നോക്കി ചിരിച്ചുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അതേ ആയിഷ ബീവി പറയാൻ, മറ്റൊരിക്കൽ ഞാനും റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ മറ്റൊരവസരം ലഭിച്ചു എനിക്ക്. യുദ്ധത്തിൽ യാത്രയിൽ റസൂലുള്ളാഹിനെ പിന്തുടരാൻ ആ തവണ ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേപോലെ റസൂലുള്ള വിജനമായൊരു സ്ഥലത്തെത്തിയപ്പോ കൂടെയുള്ള സഹാബികളോട് പറഞ്ഞു, സഹാബ നിങ്ങൾ നടന്നു പോയിക്കോളൂ. അവരങ്ങനെ നടന്നു പറഞ്ഞപ്പോൾ അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചു, ആയിഷ ഓട്ട മത്സരത്തിനുണ്ടോ? അന്ന് ചോദിച്ച പോലെ ഞാൻ പറഞ്ഞു, ഉണ്ട് നബിയെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓടിയപ്പോൾ അന്ന് ഞാൻ തോൽക്കുകയും റസൂലുള്ള ജയിക്കുകയും ചെയ്തു. അള്ളാന്റെ ഹബീബ് ജയിച്ചപ്പോൾ ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആയിഷ ഹാദാ ബിദാക യാ ആയിഷ. ആയിഷ അന്ന് നീ എന്നെ പരാജയപ്പെടുത്തിയില്ലേ, അതിന് പകരം ഞാൻ ഇപ്പോൾ നിന്നെ പരാജയപ്പെടുത്തിയതാണ്. ഇപ്പൊ നമ്മൾ തമ്മിൽ സ്കോർ ബറാബറാണ്.
എന്താണ് ജീവിതം? ആയിഷാ ബീവിക്ക് ഒരു പരാതിയില്ല. ആയിഷാ ബീവി പറയാ, എന്നെ പരിഗണിച്ചിട്ടാണ് എന്റെ ഹബീബ് എന്നോടൊപ്പം കഴിഞ്ഞുകൂടിയത്. മറ്റൊരു സംഭവം കേട്ടാൽ പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സൗദാ ബീവിയാണെന്ന് പറയുന്നുണ്ട്, അതല്ല ഉമ്മു സലമയാണ് എന്ന റിപ്പോർട്ടുണ്ട്, വേറെ സഫിയ ബീവിയാണെന്ന് പറയുന്നവരുമുണ്ട്. റിപ്പോർട്ടുകളിൽ വ്യത്യസ്തമായ വന്നിരിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാ ബീവിന്റെ വീട്ടിൽ റസൂലുള്ള അങ്ങനെ ഇരിക്കുക. സൗദാ ബീവി റളിയല്ലാഹു അൻഹ കയറി വന്നു. സൗദാ ബീവി ആയിഷാ ബീവിയുടെ വീട്ടിലേക്ക് കയറി വന്നു റളിയല്ലാഹു അൻഹ. റസൂലുള്ള ആയിഷാ ബീവിയുടെ വീട്ടിലാണ്. സൗദാ ബീവി വന്നപ്പോ ആയിഷാ ബീവി എന്ത് ചെയ്തു പറയുന്നത്? പായസം ഉണ്ടാക്കി. ഹദീസിൽ പറഞ്ഞ എന്താ പറയുന്നത്? ഫ്രൂട്ട്സ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഭക്ഷണം എന്നാ. വേണമെങ്കിൽ ചിലപ്പോൾ ഫ്രൂട്ട്സ് സലാഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അന്നത്തെ ഒരു പായസോ ഭക്ഷണോ എന്തോ ഉണ്ടാക്കി. ഒരാള് വീട്ടിൽ വന്നതല്ലേ, ഒരാള് വീട്ടിൽ വന്ന റസൂലുള്ളാഹിന്റെ മറ്റേ ഭാര്യ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ പ്രമുഖനായ ഒരാളെ എന്റെ അടുത്തൊരാളോട് പറഞ്ഞത്, അയാൾ 2 കല്യാണം കഴിച്ച ആളാണ്. ഒരു പരിപാടിക്ക് വരുമ്പോൾ അയാളുടെ 2 ഭാര്യമാരുണ്ട് വണ്ടിയിൽ, 2 സൈഡിലും ഇങ്ങനെ ഇരിക്കണം. കേരളത്തിലെ പ്രമുഖനായ നേതാവ് അത് കണ്ടപ്പോൾ ഇയാളോട് പറഞ്ഞു, 2 കല്യാണം കഴിച്ചാൽ നല്ല സുഖാലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, സായിബേ ചെയ്തു പോകരുത്, ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ ഏറ്റവും വലിയ അബദ്ധമാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ചെയ്യല്ലേ, നമുക്ക് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇയാൾ ചോദിച്ചു, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, 2 പേരെയും ഒരിക്കലും സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല, സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല. 2 ആൾക്കും ഒരേ കളറിലുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുത്താൽ ഇവൾക്ക് കിട്ടിയതല്ല നോക്കുക, മറ്റോക്ക് കൊടുത്തതാ അങ്ങട്ടാ നോക്കുക, അതിലെന്തോ ഒരു വര അധികം ഉണ്ടല്ലോ എന്ന് പറയും. പെണ്ണിന്റെ സ്വഭാവമാണത്, ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഇവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഹബീബായ റസൂലുള്ളാഹിനോടുള്ള ജീവിതത്തിൽ ഞാൻ സംതൃപ്തയാണ്. ആയിഷാ ബീവി പറയാണ്, സൗദാ ബീവി വീട്ടിലേക്ക് കയറി വന്നു. ഞാനപ്പോ പായസം ഉണ്ടാക്കി സൗദാ ബീവിക്ക് കൊടുക്കാൻ. പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നു, സൗദാ ബീവിയുടെ കയ്യിലേക്ക് കൊടുത്തു. സൗദാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ കുടിക്കൂല, എനിക്ക് വേണ്ട നിങ്ങളുടെ പായസം. ഞങ്ങൾ പെണ്ണുങ്ങളെ ഈറാന്ന് പറയില്ല, നിങ്ങള് പെണ്ണുങ്ങളെ ഈറാന്നാണ് ഇതിന് പറയാ. ആയിഷയോട് പറഞ്ഞു, നിന്റെ പായസം എനിക്ക് വേണ്ട. ആയിഷാ ബീവി പറഞ്ഞു, ഇത് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചുണ്ടാക്കിയതാ, നിങ്ങൾ കുടിക്കണം. സൗദാ ബീവി പറഞ്ഞു, ഞാൻ കുടിക്കൂല. ആയിഷാ ബീവി പറഞ്ഞു, നിങ്ങൾ കുടിച്ചേ തീരൂ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാനും സൗദാ ബീവി ഇങ്ങനെ തർക്കിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അടുത്തിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ തർക്കം കേട്ടിട്ട് റസൂൽ അങ്ങനെ ചിരിക്കുന്നുണ്ട്. അവിടെ ചിരിക്കലേ വഴിയുള്ളൂ, ഒന്നും പറയാൻ പറ്റില്ല. 2 പറഞ്ഞാലും കുഴപ്പം. എന്നങ്ങള് 2 പറഞ്ഞാലും പ്രശ്നമാണ്. ഞാൻ പറയുന്നത് എന്റെ പുരുഷന്മാരോടാണ്. ഇന്ന് രാവിലെ ജുമാക്കിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ മലപ്പുറത്തുനിന്ന് വന്നതായ മട്ടന്നൂര് എന്റെ സുഹൃത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ദ്വാരക്കണം, എന്റെ അമ്മാനെയും ഭാര്യനെയും കൂടി ഒന്നിപ്പിച്ചു കൊണ്ടാൻ കഴിയില്ല, ഒന്നൊക്കുമ്പോ ഒന്നൊക്കില്ല, ഒന്നൊക്കുന്നില്ല. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, ഉമ്മയെ നിനക്ക് ശരിപ്പെടുത്താൻ കഴിയില്ല, നീ നിന്റെ ഭാര്യ എന്തു പറഞ്ഞാലും ഒന്നും മിണ്ടാതിരുന്നാ മതി. നീ നിന്റെ ഭാര്യ എന്തെന്നോട് പറയണമെങ്കിൽ ഒന്നും മിണ്ടണ്ടെന്നു. അപ്പൊ സാറേ ചിലപ്പോ അങ്ങനെ നട്ടഭിരാന്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, ഒന്നും മിണ്ടാതിരുന്നാ കുറേ പറയുമ്പോ നിർത്തും, പിന്നെ പറയും ഇതിനോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല, ഇതിനോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെയും കുറെ പറഞ്ഞാ പിന്നെ പറയും, ഞങ്ങളെ കുറെ പറഞ്ഞില്ലേ, പാവം ഞാൻ ഇനിയൊന്നും പറയില്ലട്ടോ, അവർക്ക് തന്നെ ഖേദം വരും. അതാണ് പെണ്ണിന്റെ മനസ്സ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി, ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ, ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാനും സൗദാ ബീവിയും തർക്കിക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കാൻ. ഞാൻ പറഞ്ഞു സൗദാ ബീവിയോട്, നിങ്ങൾ ഈ പായസം കഴിച്ചേ തീരൂ. സൗദാ ബീവി പറഞ്ഞു, ഞാൻ കഴിക്കൂല. ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിച്ചില്ലേ ഞാൻ നിങ്ങളെ കഴിപ്പിക്കും. അപ്പൊ പറഞ്ഞു, നിനക്ക് കഴിയൂല. ആയിഷാ ബീവി പറയാണപ്പോൾ ഞാൻ പായസത്തിന്റെ പാത്രത്തിൽ കൈയിട്ടു. പായസം എന്റെ കൈ കൊണ്ട് വാരിയെടുത്തിട്ട് സൗദാ ബീവിയുടെ മുഖത്ത് ഞാൻ വാരിത്തേച്ചു. നിങ്ങൾ ചിന്തിക്കണം, എവിടെ ഈ പണിയെടുക്കണേ? നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ അന്ന് പിരിച്ചുവിടൂലേ, അന്ന് പിരിച്ചുവിടൂലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദറത്തിലാണ്.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ പായസം എടുത്തിട്ട് സൗദാ ബീവിയുടെ മുഖത്ത് വാരിത്തേച്ചു. ഉടനെ സൗദാ ബീവി റളിയല്ലാഹു അൻഹ പായസത്തിന്റെ പാത്രത്തിൽ കൈയിട്ട് പായസം കോരിയിട്ട് എന്റെ മുഖത്തും വാരിത്തേച്ചുവെന്ന് ആയിഷ. ഇത് കണ്ട അല്ലാഹുവിന്റെ ഹബീബ് കുലുങ്ങി ചിരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് മദീന പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടത്. അബ്ദുല്ലാ 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 എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. കേട്ടപാട് റസൂലുള്ളാഹി പറഞ്ഞു, ഖുമാ, വേഗം എഴുന്നേറ്റ് പോയി മുഖം കഴുകി കാണി. ഫലാ അഹ്സബു ഇല്ലാ ഉമറദാ, ഫലാ അഹ്സബു ഉമറ ഇല്ലാ ദാഖില. ഉമർ പങ്ങട്ട് കടന്നു വരുന്നാ ഞാൻ വിചാരിക്കുന്നത്. ഉമർ പങ്ങട്ട് വന്നങ്ങളെ പടി കഴിയും. അതുകൊണ്ട് വേഗം പോയിട്ട് മുഖം കഴുകി കാണി, ഉമർ കാണണ്ട എന്ന് പുണ്യനബി. ഉറക്കെ പറയൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയട്ടെ, പ്രായത്തിലല്ല കാര്യമുള്ളത്, പെരുമാറ്റത്തിലാണ്, ഇടപഴകലിലാണ്, ജീവിതത്തിലാണ്. പറയാൻ സമയമില്ലല്ലോ, ഞാൻ പറയുന്ന സമയം അടുക്കുന്നല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞ് വീടിപ്പെടുമുണ്ട് മദീന മുനവ്വറയിൽ. റളിയല്ലാഹു അൻഹുവിന്റെ വീടാണത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകനാണ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ട് മദീന മുനവ്വറയിൽ. അതിന്റെ മേൽക്കൂരയൊക്കെ തകർന്നു പോയിട്ടുണ്ട്, ചുമരുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഏതാണ് ആ വീടെന്നറിയുമോ? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞ വീടാണത്. അതാ മനസ്സിലാക്കേണ്ടത് നമ്മൾ. ആയിഷ ബീവി കരഞ്ഞതെപ്പോഴാണ്? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഇളയമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സൽക്കരിച്ചു. ആയിഷ ബീവിയെ വീട്ടിലേക്ക് സൽക്കരിച്ചു. ആയിഷ ബീവിയുടെ സഹോദരിയുടെ മകനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മയുടെ സഹോദരി വീട്ടിന്റെ അകത്ത് ഒറ്റക്കാണല്ലോ, ഒരാശ്വാസം ഉണ്ടാകാൻ സൽക്കരിച്ചതാണ്. അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ്. വാപ്പ മരിച്ചാ പിന്നെ ഉമ്മനെ നമ്മൾ വാപ്പ ഉള്ളതിനേക്കാളും കൂടുതൽ പരിഗണിക്കണം, ഉമ്മയെ വാപ്പയുള്ളതിനേക്കാളും കൂടുതൽ പരിഗണിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യണ്ടേ? ഞാൻ എന്റെ ഭാര്യയെ എവിടെ കൊണ്ടുപോകണോ ഉമ്മയെ കൂടെ കൂട്ടും. ഉമ്മാക്ക് ഇന്നലെ യാത്ര ചെയ്യാൻ പറ്റാതിരുന്നിട്ട് പോലും ഞാൻ ഭാര്യയെ കൊണ്ടുപോകുമ്പോൾ ഉമ്മയും കൂടെ കൂട്ടും. ഉമ്മാക്ക് ടെൻഷനാവും. നമ്മളാണെങ്കിൽ നമുക്ക് ടെൻഷനാവും. നമ്മളാണെങ്കിൽ നമുക്ക് ടെൻഷനാവും. ഇന്നത്തെ കാലത്തില്ലാത്ത വിഷയമാണ്. വാപ്പിമ്മി ഒരു മൂലക്കിരുത്തപ്പെടുകയാണ്. കുട്ടികൾ പറഞ്ഞെന്താ, ഇതൊക്കെ അത്യാധുനിക യുഗമാണ്, നിങ്ങളെ കാലമൊക്കെ കഴിഞ്ഞുപോയി, നിങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. അങ്ങനെയല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സൽക്കരിച്ചു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഹോദരിയുടെ മകന്റെ വീട്ടിൽ ചെന്നു. ഭക്ഷണമൊക്കെ റെഡിയാക്കി, ഭക്ഷണമൊക്കെ കൊണ്ടുപോയി വെച്ചു. ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മയുടെ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, കഴിച്ചോളൂ, ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വരൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൈ കഴുകി വന്നു, ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്നപ്പോൾ തേങ്ങി തേങ്ങി കരഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി പൊട്ടി 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 കരയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ മാമാ നിങ്ങൾ കരയുന്നത്? എന്തിനാണ് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് പറയുന്നത്? അപ്പോഴാ കേൾക്കണേ എന്റെ പെങ്ങളെ, കേൾക്കണേ എന്റെ സഹോദര. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഉർവയോട് പറഞ്ഞത്. അപ്പോഴല്ലേ ലോകം അത് മനസ്സിലാക്കിയതും. ഉർവ റളിയല്ലാഹു അൻഹു തന്റെ മാതാവിന്റെ സഹോദരിക്ക് വേണ്ടി ഉണ്ടാക്കി ഭക്ഷണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നു. വിവിധങ്ങളായ ഭക്ഷണത്തിന്റെ ഇനങ്ങൾ ഇതങ്ങ് കണ്ടപ്പോ ആയിഷ ബീവിക്ക് ഓർമ്മയായത് തന്റെ പുണ്യ നബിയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ 10 കൊല്ലം ഞാൻ ജീവിച്ചിട്ട് എന്റെ റസൂലുള്ളാഹിക്ക് ഇതുപോലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ റസൂലുള്ളാഹിന്റെ ഭാര്യ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നോർത്ത് പൊട്ടി പൊട്ടി കരയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതാണ് ആയിഷ ബീവി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് അല്ലാഹു വെളിച്ചം നൽകട്ടെ. ആണുങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കൂ, അടുത്തേക്ക് വരൂ. ഞാൻ പറഞ്ഞ സമയമായി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും വരി, ഒരു 7 സ്വലാത്തിൽ നമ്മൾ ദ്വാരക്കാൻ പോവാണ്. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ.
വേഗം വരി, അടുത്തേക്ക് വരി, ദുആയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കണമല്ലൊക്കെ വരി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചേർന്ന് നിൽക്കുക, കസേലൊക്കെ ഒന്ന് വേഗം എടുത്തു വെച്ചാൽ ഒന്ന് ചേർന്ന് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ സദസ്സ് ദുആക്കുത്തരമുള്ള സദസ്സാക്കി തരട്ടെ. മുസ്ലിം ഉമ്മത്തേറെ പ്രതിസന്ധിയിലാണ്. എന്താ ഞങ്ങള് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് തോന്നാ ഒരു 10 ദിവസം ഖിയാമത്ത് നാളിനെ കുറിച്ച് വഅദ് പറയേണ്ട കാലപ്പത്. യൗമുൽ ഖിയാമയെ കുറിച്ച് പറയേണ്ട സമയമാണെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി പറഞ്ഞു, ഒരു കാലം എന്റെ ഉമ്മത്തിന് കടന്നു വരാനുണ്ട്, മുസ്ലിം സമൂഹത്തിനൊരു കാലം കടന്നു വരാറുണ്ട്. ആ കാലത്ത് എല്ലാ മുസ്ലിമിനെയും ബാധിക്കുന്ന നാശം അവരെ പിടിപെടും എന്ന് റസൂലുള്ളാഹി. അതാണിപ്പോ എല്ലാ മുസ്ലിമിനെയും പിടികൂടുന്ന നാശം വരും. ആരും എന്ന് ഒഴിവാവൂലാണ്, ആരും ഒഴിവാവില്ല. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു 10 ദിവസം മുമ്പ് ദുബായിൽ ഇറങ്ങിയപ്പോൾ എന്നെ മാത്രം വിളിച്ചുകൊണ്ടായി പരിശോധിച്ചു. എന്തേ കാരണം? ഞാൻ കന്തൂറയും തൊപ്പിയൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ അപ്പം എന്നോട് കൂടുതൽ ആരോ പറഞ്ഞു, പാൻറ് കുപ്പായും സൈഡും കോട്ടും ഒക്കെ ഇട്ടിട്ടേ ഇറങ്ങാവൂ. മുഴുവൻ പരിശോധിച്ചു, എന്നിട്ടും സംശയം. ഏടുന്നാ പരിശോധിക്കണേ? അമേരിക്കയിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊന്നുമല്ല, സാക്ഷാൽ ദുബൈയിൽ നിന്നാണ്. ദുബൈയിൽ നിന്ന് മുസ്ലിമരെ തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. എന്റെ ഉമ്മത്തിലെ എല്ലാ വ്യക്തികളെയും പിടികൂടും ആ നാശമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പുണ്യനബിയുടെ മറ്റൊരു ഹദീസുണ്ട്, മുഴുവൻ അറബികളുടെ വീടുകളെയും ഗ്രസിക്കുന്ന നാശം കടന്നു വരുന്നുണ്ട്, ഒരൊറ്റ അറബിയുടെ വീടും അതൊന്നും ഒഴിവാവൂലാണ്. ദുബൈയിൽ പ്രശ്നമൊന്നുമില്ല എന്ന് കരുതി ആരും സമാധാനിക്കണ്ട, അങ്ങോട്ടും വരും പ്രശ്നം. പ്രശ്നമില്ലാതിരുന്ന സൗദി പ്രശ്നത്തിന്റെ കൊടുമുടിയിലേക്ക് കയറുകയാണ്. അല്ലാഹു സലാമത്താകട്ടെ, അല്ലാഹു സലാമത്താകട്ടെ. ട്രംപ് പ്രചരണത്തിന്റെ ഇടയിൽ പറഞ്ഞില്ല, അമേരിക്കയിൽ മുസ്ലിങ്ങളെ ഞാൻ ജയിച്ചാൽ ഈ രാജ്യത്തേക്ക് ഒരു മുസ്ലിമിനെയും ഞാൻ വരാൻ സമ്മതിക്കൂല, ഒരാളെയും ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകാനും ഞാൻ അനുവദിക്കില്ല. മുസ്ലിങ്ങളെ നശിപ്പിച്ചാലേ ലോകത്തിന് സമാധാനമുള്ളൂവെന്ന് പ്രസംഗിച്ചവനാണ് ലോകത്തിന്റെ നുറുകയിൽ അധികാരത്തിൽ വന്നത്. അവൻ പ്രചരണ പരിപാടികളിൽ പറഞ്ഞതെന്താ? ഞാൻ ജയിച്ചാൽ അമേരിക്കയുടെ ഏറ്റവും നല്ല സുഹൃത്ത് ഇന്ത്യയായിരിക്കും, മോഡിയായിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ഒറ്റ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. കടന്നു വരാൻ പോകുന്നത് കഴിഞ്ഞതിനേക്കാളും വലിയ പരീക്ഷണങ്ങളാണ്. അല്ലാഹു സലാമത്താക്കി തരട്ടെ. അല്ലാഹുവേ നീ സലാമത്താക്കണേ അല്ലാ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ എന്റെ സഹോദരങ്ങളോട്, അല്ല പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ വിചാരിച്ചാൽ ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞതെന്താ? എന്റെ സഹായം നിങ്ങൾക്ക് കിട്ടണോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുറുകും കൈദുഹും ശൈആ. ഇൻ തസ്ബിറൂ, നിങ്ങൾ നല്ല ക്ഷമ കൈകൊള്ളണം. വതത്തഖൂ, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യണം. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. തഖ്വയുള്ള ജീവിതമാവണം നിങ്ങളുടെ ജീവിതം. മൊബൈലിന്റെ സ്ക്രീനിൽ കൈവെക്കുമ്പോൾ പോലും എന്റെ റബ്ബിനിഷ്ടമാണോ ഞാൻ ഈ അയക്കുന്ന മെസ്സേജ് എന്ന് ചിന്തിച്ചു വേണം ഒരു മുസ്ലിം പെരുമാറാൻ. അങ്ങനെ ജീവിച്ചാൽ എന്റെ സഹായങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഞങ്ങളെ രോമത്തിന് പോലും പോർപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അള്ളാഹുവേ, ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരെ നീ നന്നാക്കണേ റബ്ബേ. ദജ്ജാലിനുള്ള വഴിയൊരുങ്ങുകയാണ്. ദജ്ജാൽ എന്നൊരു സാധനം കടന്നു വരാനുണ്ടല്ലോ. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ദജ്ജാൽ കടന്നു വരാനുള്ള കാലം അടുത്തിരിക്കുകയാണ്. ദജ്ജാൽ കടന്നു വരാനുള്ള അവസരങ്ങൾ ഒരുക്കപ്പെടുകയാണ്. അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യക്ഷമായ ഒരുപാട് അടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ജാരസന്തതികൾ ജനിച്ചു വീഴുമെന്നാണ്. വാപ്പാന്റെ മക്കളില്ലാത്തൊരു വാപ്പാന്റെ വീട്ടിൽ ജനിച്ചു വീഴും. അല്ലാഹുവേ, പടച്ചോനെ നീ കാക്കണേ അല്ലാ. എന്തുകൊണ്ട്? ദജ്ജാലിന്റെ അനുയായികൾ വ്യഭിചാരത്തിൽ പിറന്ന മക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നേരത്തെ ഉണ്ട്. ഇപ്പോഴോ നമ്മുടെ നാട്ടിലേക്കും കടന്നു വന്നു. വാപ്പാന്റെ മകനല്ലാതെ
അയാളുടെ മകനെയല്ല അയാൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്കതറിയില്ല, ഭാര്യക്കറിയാം. എന്താ കാലം വരെയാ. ഇറ്റലിയിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അയാൾ ലീവിന് വന്നൊരുക്കെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ലീവ് കഴിഞ്ഞ് പോയിട്ടാണ് എൻ്റെ സ്പോൺസറുടെ കല്യാണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ സ്പോൺസർ അത്ര ചെറിയ പ്രായമുള്ളതാണോ? എല്ലാം എന്നോട് പറഞ്ഞു 68 വയസ്സ്. അപ്പൊ ഞാൻ ഇപ്പോഴാണോ കല്യാണം കഴിക്കണേ? അതല്ല, ഇപ്പോഴാണ് കല്യാണം കഴിക്കണേ. പക്ഷെ അവർക്ക് 4 കുട്ടികളുണ്ട്. 4 കുട്ടികളുണ്ടായതിന്റെ ശേഷമാണ് കല്യാണം കഴിക്കണം. മനസ്സിലായില്ല? 4 കുട്ടികളുണ്ടായതിന്റെ ശേഷം കല്യാണം കഴിക്കാം. യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി ഇപ്പോഴും അതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ഇത് കടന്നു വരികയാണ്. അതർത്ഥം മുത്തലാഖ് പാടില്ല എന്നാണ് എന്താർത്ഥം? ഞാൻ എന്റെ ഭാര്യയുടെ 1, 2, 3 തലാഖ് ചൊല്ലിപ്പിരിച്ചു എന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞു നോക്കുക, അത് എന്തായി കൂട്ടൂല? തലാഖായി കൂട്ടൂല. പിന്നെ ഓനോളെ തിരിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ബന്ധപ്പെടുന്നത് മുഴുവൻ വ്യഭിചാരാണ്. അപ്പോ ഒരു തലത്തിലല്ലെങ്കിൽ വേറെ രീതിയിൽ വ്യഭിചാരം നടപ്പിൽ വരുത്താൻ. അതന്നെ പറഞ്ഞ് ദജ്ജാലിന് വടിയൊരുങ്ങുന്നു എന്ന് പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റസൂൽ പറഞ്ഞു ദജ്ജാൽ കടന്നു വരാനുള്ള സമയമായ മഴ കുറഞ്ഞു പോകും. ദജ്ജാൽ കടന്നു വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള 3 കൊല്ലത്തെ കുറിച്ച് റസൂൽ പറഞ്ഞു, ആദ്യത്തെ കൊല്ലം മഴയുടെ 1/3 കുറഞ്ഞു പോകും. മഴയുടെ 1/3. ഈ കൊല്ലം എത്ര മഴ കുറവ് അറിയോ? 33%. സാധാരണ ഉള്ള മഴയേക്കാൾ 33% മഴ കുറവാണ് ഈ കൊല്ലം. ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാവുമ്പോ പിന്നെ മനുഷ്യന്മാർക്ക് അതൊരു പ്രശ്നമാവൂല. ആ ഇടയാണ് ദജ്ജാൽ വരിക. പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ദജ്ജാൽ കടന്നു വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള കൊല്ലം മഴയുടെ 2/3 ഭാഗം ആകാശം പിടിച്ചു വെക്കും. അപ്പോ 66% മഴ ഉണ്ടാവൂല. എന്താ പറഞ്ഞേ? അടുത്ത കൊല്ലം വരൾച്ചയുടെ കാലഘട്ടമാണ്. വെള്ളമില്ലാതാവുക, വെള്ളത്തിന് വേണ്ടി അടികൂടുക. അങ്ങനെ തന്നെയല്ലേ തമിഴ്നാടും കർണാടകയും തമ്മിൽ പ്രശ്നം, തമിഴ്നാടും കേരളവും തമ്മിൽ പ്രശ്നം. എന്തിന്റെ കാര്യത്തിൽ? വെള്ളത്തിന്റെ കാര്യത്തിൽ. ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. എന്തിനാ വലിയ കച്ചറോടാണ്? H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന വെള്ളം ഉണ്ടാവുമെന്ന് പറയില്ലേ അവര്? കുറച്ച് വെള്ളം ഉണ്ടാക്കിയാ പോരെ? കഴിഞ്ഞിട്ടില്ലേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ വരുന്ന കൊല്ലം തുംസികുസ്സമാഉ ഖത്റഹ, ഒരു തുള്ളി വെള്ളവും ഭൂമിക്ക് ഇറങ്ങൂല. അപ്പോഴായി ചങ്ങായി വരിക. ഇപ്പം വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന്? ഓല് പറയും വെള്ളം. ജനങ്ങൾ പറയും വെള്ളം വേണം. മൂപ്പര് ചോദിക്കും, വെള്ളം എങ്ങനെ ഉണ്ടാവുക? മഴ പെയ്യുമ്പോൾ. മഴ പെയ്യിപ്പിക്കുന്നതാരാ? ദൈവമാണ്. അപ്പൊ ഞാൻ മഴ പെയ്യിപ്പിച്ചാലോ? ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്കൂ. തീർച്ചയായും. കൈകൊണ്ട് മേലോട്ട് ആംഗ്യം കാണിക്കുമ്പോൾ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടും, ഘോരമായ മഴ പെയ്യും. ആളുകൾ പറയും ആമന്നാ ബിക്, നീ തന്നെയാണ് ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ദജ്ജാലിന് വഴിയൊരുങ്ങുകയാണ്. അർഹമുർറാഹിമീനായ റബ്ബേ, പ്രതിസന്ധിയുള്ള രാജ്യങ്ങളിലൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നൽകണേ റബ്ബേ. അല്ലാഹു ഇസ്ലാമിനെ തൂത്തെറിയാൻ ശ്രമിക്കുന്നവരെ നീ തൂത്തെറിയണേ റബ്ബേ. അവർക്കിടയിലുള്ള ഐക്യം നീ ഛിന്ന ഭിന്നമാക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അവരുടെ തന്ത്രങ്ങളെ നീ വിഫലമാക്കണേ റബ്ബേ. ഇനി അടുത്തുള്ള വർഷങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും എന്ന കാര്യം സംശയിക്കേണ്ടതാണ്. നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അള്ളാഹുവിനോട് നല്ല ദ്വാരുന്നുള്ളൂ. അപ്പം നമ്മളൊന്ന് കൂട്ടായി എന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ദ്വാരന്ന് പിരിയാണ്. മനസ്സിലായല്ലോ? ദുആ ചെയ്യാൻ ഏൽപ്പിച്ച കുറെ ആളുകളുണ്ട്. വല്യമ്മയുടെ അസുഖം മാറാൻ പ്രത്യേകം ദുആ ചെയ്യാൻ, ഉമ്മയുടെ അസുഖങ്ങൾക്ക് ശിഫ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. അതേപോലെ നമ്മളെ കോളേജിലൊരു വിദ്യാർത്ഥിയുടെ ഉമ്മയാണ്. ആക്സിഡന്റ് സംഭവിച്ച് മാസങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്ന റഹ്മാനിയയിലെ പൂർവ്വ വിദ്യാർത്ഥി മുഹ്സിൻ എന്ന കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, ആ കുട്ടിയുടെ മാതാവിന്റെ രോഗം നീ സുഖപ്പെടുത്തണേ റബ്ബേ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നൊരു കുട്ടി ആക്സിഡന്റായി കഴിയുന്നു റബ്ബേ. ആ സഹോദരനെ പൂർണ്ണമായും ആരോഗ്യ ജീവിതത്തിലേക്ക് നീ തിരിച്ചെത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, തിരിച്ചു വന്ന് ഈ സ്ഥാപനത്തിൽ പഠിക്കാനും നല്ലൊരു ആലിമായി പുറത്തിറങ്ങാനും നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അർഹമുർറാഹിമീനായ റബ്ബേ, 5 വയസ്സായ ഒരു കുഞ്ഞുകുട്ടി ക്യാൻസറായി. ക്യാൻസർ കൊണ്ട് വിഷമിക്കാം. ക്യാൻസർ കൊണ്ട് എനിക്ക് തോന്നി, ഞാൻ ഇവിടെ വന്നപ്പോ രോഗങ്ങളെക്കുറിച്ച് ഖുർആനും ഹദീസും എന്ത് പറയുന്നു എന്ന വിഷയം പറയാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ അങ്ങനെ വഴിമാറിപ്പോയതാണ്. എന്താ രോഗത്തിന്റെ കാരണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 5 വയസ്സായ കുട്ടി ക്യാൻസർ രോഗം കൊണ്ട് വിഷമിക്കുന്നു. പടച്ചോനെ സുഖാക്കി കൊടുക്കണേ അല്ലാഹ്.
ക്യാൻസർ എന്ന് പറയാൻ പോലും പടച്ചോനെ ചിലപ്പോൾ ആ കുട്ടിക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല. റബ്ബേ നീ സുഖാക്കി കൊടുക്ക റബ്ബേ. ആ ശരീരത്തിലെ ക്യാൻസറിന്റെ അവസാനത്തെ രോഗാണുവിനെയും നീ നശിപ്പിക്കണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ, നശിപ്പിക്കണേ അല്ലാ. ഒരു സഹോദരി ക്യാൻസർ രോഗം കൊണ്ട് വിഷമിക്കുകയാണ്, പടച്ചോനെ നീ സുഖാക്കി കൊടുക്കണേ അല്ലാ. അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഈ ദജ്ജാല് വരുന്നതിന് മുമ്പുള്ള കുറെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നെന്താ അറിയോ? ആ ജനതയെ രോഗം പിടിപെടും. അങ്ങനെ രോഗം പിടിപെട്ട ആടുകൾ ചത്തുവീഴുന്ന പോലെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി മരിച്ചുകൊണ്ടിരിക്കും. പടച്ചോനെ മാറാ രോഗങ്ങളിൽ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ കാവൽ ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചോനെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ, സഹിക്കാൻ കഴിയാത്തതൊന്നും നീ നൽകരുത് അല്ലാ. ഏത് പരീക്ഷണം നീ വിധിച്ചിട്ടുണ്ടെങ്കിലും പടച്ചോനെ അല്ലാഹുവേ ഇതൊക്കെ നീ മാറ്റി തരണേ റബ്ബേ. ശരീരത്തിന് സുഖം തരണേ അല്ലാ, മനസ്സിന്റെ സുഖം തരണേ അല്ലാ. ഒരു 7 സ്വലാത്തിൽ നമ്മൾ ദ്വാരക്കാണ്, എല്ലാവരും ഒന്നിച്ചു ചെല്ലൂലേ? അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? ഒരു 4 ലക്ഷം ഉറുപ്പിക നമുക്ക് ഈ പരിപാടിക്ക് ആവശ്യമുണ്ട്. ബലിനോട് പറഞ്ഞ 4 ലക്ഷമല്ലേ? ബലിനോട് പറഞ്ഞത് ഇന്നലെ ഒരു കുഞ്ഞുമോൻ പ്രസംഗിച്ചു പോയി. എൻ്റെ തലേന്ന് എന്തോ ബുർദേ പാട്ടോ പെയ്ത്തോ എന്തോ ചൊല്ലി അങ്ങനെയും പോയി. എന്നോട് ഞങ്ങൾ എന്താ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും. എല്ലാ സ്ഥലത്ത് ചെന്നാലും നമ്മളെ കാണുമ്പോൾ എന്തേലുമൊക്കെ ഒന്ന് പറയും. മനസ്സിലായി? ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട്, ഞാനൊരു യൂസുഫ് അലി ചെയ്യുന്നെങ്കിൽ അതിനൊക്കെ കൊടുത്തിട്ട് വയലും പറഞ്ഞു പോയെന്നോ. അങ്ങനെ പറ്റുമല്ലോ. നല്ല സാമ്പത്തികം ഉണ്ടായാൽ ആ ചെല്ലിനോടുത്ത പ്രശ്നങ്ങൾക്കൊക്കെ ചെക്ക് കൊടുക്കുക. വണ്ടി ചെക്കല്ല, മറ്റേ ചെക്ക്. വയലും പറഞ്ഞ് നമുക്ക് പോവാലോ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് അതിൽ പങ്കുകൊള്ളണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു 4 ലക്ഷം ഉറുപ്പ്യ കിട്ടണമെങ്കിൽ 10,000 വീതം കൊടുക്കാൻ പറ്റുന്ന, കൂട്ടാൻ എന്താ മടി? കൂട്ടിയാ കൊടുക്കേണ്ടി വരുമോ? കൂട്ടിയാ കൊടുക്കേണ്ടി വരും. സതെ 4 ലക്ഷം ഉറുപ്പ്യ കിട്ടിയാൽ 10,000 വീതം കൊടുക്കാൻ പറ്റാവുന്ന, 4 ലക്ഷത്തിന് 10,000 വീതം കൊടുക്കാൻ പറ്റാവുന്ന 40 ആളോ 40 ആളുണ്ടായാൽ മതി. ഒരുപാട് ആളുണ്ടല്ലോ ഈ കൂട്ടത്തിൽ. 10,000 വീതം കൊടുക്കാൻ പറ്റുന്ന 40 ആളുണ്ടെങ്കിൽ 4 ലക്ഷം വേഗം ചെയ്യാൻ കഴിയാവുന്ന പണിയാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഒരു 10 ആളൊന്ന് കൈവെക്കും ഈ കൂട്ടത്തിൽ? ഇല്ലേ ഉഷാറുള്ള? പണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു കസാല പിരിവടന്നില്ലേ, ചെയർ, അത് ഇവിടുന്നല്ലേ? ബോർഡിങ് എന്നാ ഒക്കെ തന്നെയല്ലേ? ആരാ ഒരു 10 ആള് ഒന്ന് പറയൂ. ഒരാൾ ഉദ്ഘാടനം ചെയ്യും ഒരു 10,000 ഉറുപ്പ്യ ഈ പരിപാടിക്ക്, ഈ ആണ്ട് പരിപാടിയിലേക്ക്. അൽഹംദുലില്ലാ. എന്താ ഒരു പേര്? ഇബ്രാഹിം മാഷ, ഇബ്രാഹിം ഹാജിയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പഠിച്ചോനെ നല്ല മനുഷ്യനെ നീ എമ്പാടും കൂലി കൊടുക്കണേ അല്ലാ. റബ്ബേ ഈ ഉറൂസ് പരിപാടിയിലേക്ക് ഈ മഹാനെ പകർന്നു കൊടുക്കാൻ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണേ, വീട്ടിൽ നിന്ന് രാവിലെ ഒരു ചാക്കു എടുത്ത് തോളിൽ വെച്ച് പോയിട്ടേ നെൽക്കതിരുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് 30 കുട്ടികൾ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച ഒരു മഹാനെ കുറിച്ച് പറയുന്ന സദസ്സിൽ പഠിച്ചോനെ ആ മഹാനോട് കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുണ്ട് എന്ന് മൺമറഞ്ഞു പോയ മഹാന്മാർ പിന്തുണ കൊടുത്തൊരു മഹാന്റെ സ്മരണക്ക് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഇബ്രാഹിം ഹാജിക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. എന്താണ് ഉദ്ദേശിച്ചതെങ്കിലും നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ഒന്ന് ഇബ്രാഹിം ഹാജി ഉണ്ട്, ഞാൻ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ ഇബ്രാഹിം ഹാജി ഉണ്ട്. ഒരു 10,000 കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പൊ കൊടുക്കണ്ട, നാളെ മറ്റന്നാളൊക്കെ കൊടുത്താൽ മതി അല്ലേ ഇബ്രാഹിം ഹാജി? ഇപ്പൊ കൊടുത്തോളിട്ടോ. പിന്നെ നിങ്ങൾ 1000 പിന്നെ നിങ്ങൾ കൊണ്ടുകൊടുത്താൽ കടക് പൊതിയാൻ പോലും എടുക്കൂല. കാരണം എന്താ? 5 10 അൽഹംദുലില്ലാ. ഒരു സഹോദരൻ 10 റുപ്യ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വേഗം പറഞ്ഞോളൂ, ഞാൻ ദ്വാരക്കാൻ പോവാൻ. വേഗം, ഞാൻ അധികം ഒന്നും ചോദിക്കൊന്നുമില്ല. എന്താ ഒരു പേര്? മൂസക്കെ അറിയോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവിനെ ഖബൂൽ ചെയ്യണേ അല്ലാ. പടച്ചോനെ വളരെ പതുങ്ങി നിന്ന് ഒരു 10 എൻ്റെ വക എന്ന സഹോദരൻ പറഞ്ഞത്. പടച്ചോനെ ആ കൈകളെ സ്വർഗത്തിലേക്കുള്ള കൈയാക്കണേ റബ്ബേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിക്കാനുള്ള സൗഭാഗ്യം കൊടുക്കണേ റബ്ബേ. 2 ഇനി ആരെങ്കിലും ഉണ്ടോ? വേഗം പറഞ്ഞോളി. ഒരു 10 ആള് 10,000 റുപ്യ കൊടുക്കാൻ പറ്റുന്ന ഒരു 10 ആള് ഇല്ലേ? കടമ ഇവിടൊക്കെ മോശം. ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റുമ്പോൾ കൊടുത്താൽ മതി. ശരിയല്ലേ? ഞാനിപ്പോ ഇന്നൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരാൾ ചെക്ക തന്ന്. അത് കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അവരോട് ഇതൊന്നും വേണ്ട അടച്ചോളിന. അതിനോട് ഞാൻ പറ്റേ ഇല്ലെങ്കിൽ പൊരുത്താവില്ലായിരുന്നു. അപ്പൊ മെല്ലെ ഇവിടെ എടുത്തിട്ട് ഞാൻ ചോദിച്ചു, ചെക്ക് ആദ്യമായിട്ട് എന്നോട് പൈസ ഒന്നും തന്നാൽ ഇപ്പോഴത്തെ പൈസ ഒന്നും ഒന്നിനും പറ്റൂലല്ലോ എന്നാണ്. ചെക്കിൽ എത്രയല്ല നിങ്ങൾ നോക്കണ്ട, അത് ചിലപ്പോൾ ചെറുതാവും. പക്ഷേ ഞാൻ പറഞ്ഞ ചെക്ക തന്നെ ഇതിനോട് ഏടെങ്കിലും കൊഴിഞ്ഞു പോലെ ഉണ്ടാവുക. മനസ്സിലായില്ലേ?
ഞാൻ പറയുന്നത് അതിന് നിങ്ങൾ ബേജാറാവണ്ട, അതൊക്കെ ശരിയാ ചാലുവായതിന്റെ ശേഷം കൊടുത്താലും മതി. ആരാ ഒരു മൂന്നാമത്തെ ആൾ ഒരു 10 കൊടുക്കാൻ തയ്യാറുള്ള? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ചെയ്യുന്ന സദഖകൾ ശരീരത്തിനും സ്വത്തിനുമുള്ള കാവലാക്കണേ അല്ലാഹ്. ബാഖിറു ബിസ്സദഖ, എല്ലാ ദിവസവും രാവിലെ തന്നെ നിങ്ങൾ സദഖ ചെയ്യണം. എന്തുകൊണ്ട്? ഫഇന്നൽ ബലാഅ ലാ യതഖത്തി സ്വദഖ, ബലാഇനെ സ്വദഖയെ മറികടക്കാൻ കഴിയില്ല. അല്ലാഹു മാരാ രോഗങ്ങൾക്കുള്ള ശിഫയാക്കി തരട്ടെ. ആരെങ്കിലും ഉണ്ടോ ഒരു മൂന്നാമത്തെ ആൾ ഒരു 10,000 കൊടുക്കാൻ പറ്റാവുന്ന? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ സാറേ? ഇല്ലേ? ഒരു 10,000 കൊടുക്കാൻ പറ്റാവുന്ന ഒരു മൂന്നാമത്തെ ആൾ. 5,000 കൊടുക്കാൻ പറ്റാവുന്നവരുടെ ഒരിക്കും പറയട്ടോ. 3,000 പറയാം, 2,000 പറയാം, 1,000 പറയാം, ഒക്കെ പറയാം. 400 ആൾ 1,000 കൊടുത്താൽ എത്ര ആവും? 400 ആൾ 1,000 കൊടുത്താൽ 4,000. ഞങ്ങളോട് 1,000 തരുമെന്ന് ഞാൻ പറയുന്നു, പക്ഷെ നിങ്ങൾ ഇന്നോടൊന്ന് വാങ്ങേണ്ടി വരും. ഞാൻ മഹാമറവിക്കാരനാണ്. അതിന് നിങ്ങൾക്ക് കയറ്റുമെങ്കിൽ 1,000 വകങ്ങൾ എഴുതിക്കൊള്ളി. അതെന്താ കൊടുക്കാൻ പറ്റും? 5,000 രൂപ ഒരു സഹോദരൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബനാ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, എന്താണ് അവരുടെ ഉദ്ദേശിച്ചതെങ്കിലും നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. ഞാൻ ഈ നാട്ടുകാരനല്ലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 25,000 ഉറുപ്പികയായി. അൽഹംദുലില്ലാഹ്. ഞാൻ ആരെങ്കിലും ഉണ്ടോ? 1,000, 2,000, 3,000 ഒക്കെ കൊടുക്കാൻ? നിങ്ങളിപ്പം നിങ്ങളെ കയ്യിലുള്ള 1,500 ഒക്കെ എടുക്കും. നല്ല കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ 2,000 ഉണ്ടല്ലോ, അത് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവൻ കുഴപ്പമില്ല. ആരാ ഇനി എന്താരെങ്കിലും ഈ നമ്മളെ കുട്ടികളില്ലേ, അമ്മമാരുടെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞു വെച്ച് നോക്കി. അവിടെ ആരോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുത്താൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ആരാ يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. വേഗം പറഞ്ഞോളൂ, ഞാൻ അധികം ഒന്നും ചോദിക്കില്ല, ഞാൻ ദുആ ചെയ്യുകയാണ്. ആരെങ്കിലും ഉണ്ടോ? ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ? ഒരു 5, ഒരു 3, ഒരു 2, ഒരു 1 ഒക്കെ. അതിലൊന്നും മടി വേണ്ട. 1,000 വക എഴുതിക്കോളൂ, നിങ്ങൾ വാങ്ങിച്ചാൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്പർ കൊടുത്താൽ മതി. നിങ്ങൾ സഹോദരങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് അത് കളക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഉമ്മാരാരെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വേഗം പറഞ്ഞോളൂ, ദുആയിലേക്ക് കടക്കുക. സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ വന്നിട്ടുണ്ട്. നിങ്ങൾ അവരുടെ കയ്യിൽ നിങ്ങളുടെ പേര്, സ്ഥലം, എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന വീട്ടുനാഥന്റെ ഫോൺ നമ്പർ, മനസ്സിലായില്ലേ? ദ മൊബൈൽ നമ്പർ യു ആർ കോളിംഗ് ഈസ് സ്വിച്ച്ഡ് ഓഫ് എന്ന് പറയുന്ന നമ്പറല്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു പോയ നമ്പറും അല്ല. എപ്പോഴും വിളിച്ചാൽ കിട്ടാവുന്ന വീട്ടുനാഥന്റെ ഫോൺ നമ്പറും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ എത്ര സംഖ്യ കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. സംഘാടകർ നിങ്ങളുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചോളും. അൽഹംദുലില്ലാഹ്. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരി മരിച്ചുപോയ ഉമ്മാക്കുപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ 1000 ഉറുപ്പിക അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. ഈ വലിയ സദസ്സ് കണ്ടപ്പോൾ അല്ലാഹുവേ, തന്റെ ഉമ്മാക്ക് വാപ്പാക്ക് ഒരു ആമീൻ ചൊല്ലിപ്പിക്കണം എന്ന് കരുതിയാണ് അവരുടെ പേരിൽ സദഖ ചെയ്തത്. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ മാതാവിന്റെയും പിതാവിന്റെയും ഖബറിലേക്ക് അതിന്റെ ഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ദ്വാരക്കട്ടെ, ദ്വാരന്നോട്ടെ. ഒരു 7 സ്വലാത്ത് ചെല്ലാൻ പോവാണ് നമ്മൾ. ആരെങ്കിലും ഉണ്ട്? എപ്പോൾ പറഞ്ഞോളൂ, ഞാൻ സ്വലാത്തുല്ലി ദ്വാരക്കാം. ഉണ്ടോ? ഉമ്മമാരെ ഭാഗത്തുനിന്നുള്ള ലിസ്റ്റിന്റെ വേഗം കൊണ്ടുവരണം. ദ്വാരക്കാൻ പോവാണ്. സഹോദരിമാർ വേഗം കൊടുത്തേക്കണം. ദ്വായിലേക്ക് കടക്കുന്നു. അൽഹംദുലില്ലാഹ്. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു 2000. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റബ്ബേ. സോനെ, ഉമ്മാന്റെയും വാപ്പാന്റെയും പേരിൽ ചെയ്ത ആ സ്വതക കൊണ്ട് അയാളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെയാണ് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി കൊടുക്കുക. ഞമ്മക്ക് വേണ്ടി എത്രയോ ചെലവഴിച്ച ഉമ്മ, ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 1000 ഉറുപ്പിക അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ സദസ്സ് കണ്ടപ്പോ ഉമ്മാനിപ്പാനി ഓർത്തോലൊക്കെ റബ്ബേ, മാതാപിതാക്കളെ അവരുടെ വിഷയത്തിൽ നീ സംതൃപ്തരാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗം പ്രാപിക്കുന്നവരെയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ വാപ്പാനും ഞങ്ങളമ്മാനും ഞങ്ങളുടെ വിഷയത്തിൽ സംതൃപ്തരാക്കി തരണേ അല്ലാഹ്. പടച്ചോനെ, വല്ല വിഷമവും അവർക്കുണ്ടെങ്കിൽ നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ. ഒരാൾ 5000 ഉറുപ്പിക. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരൻ 500, വേറൊരു സഹോദരൻ 1000 ഉറുപ്പിക ദുആ ചെയ്യാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
അർഹമുർ-റാഹിമീനായ അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെ ചെയ്ത സംഭാവന നീ ഖബൂലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശം നീ നിറവേറ്റണേ അല്ലാഹ്. പഠിച്ചോനെ, അവർ ചെയ്ത സ്വതക്ക മാറാരോഗങ്ങളിൽ നിന്നുള്ള രക്ഷയാക്കണേ റബ്ബേ. ആ നല്ല ഉദ്ദേശത്തിൽ ചെയ്തോളൂ. കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ, പഠിച്ചോനെ എനിക്ക് ക്യാൻസർ എന്ന പോലെയുള്ള മഹാരോഗങ്ങളിൽ നിന്ന് എന്നെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തണേ എന്ന നിയ്യത്തിൽ കൊടുത്തോളൂ. അള്ളാഹു കാവൽ തരും സ്വതക്ക കൊണ്ട്. ഞാൻ ദ്വാരക്കട്ടെ.